അൻവിൻ ജോസ്. വിഷയം അൻവിൻ ജോസ് ആൻഡ് ഹിസ് ലൈഫ് സ്റ്റൈൽ. അൻവിൻ ജോസ് സോഷ്യൽ മീഡിയ വഴി പറഞ്ഞതും കാണിച്ചതുമൊക്കെ ഫേക്കായിരുന്നു. ഓക്കെ, ഡോക്ടർ ഡ്രേക്കിൻ്റെ വീഡിയോയ്ക്ക് ശേഷം ഒരുപാട് പേരുടെ ചോദ്യം, ക്യൂരിയോസിറ്റി, ഒരുപാട് പേരുടെ സംശയമൊക്കെ ഇതായിരിക്കും. അനന്തു മൊത്തത്തിലൊരു 3 പാർട്ട് വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അൻവിൻ ജോസിൻ്റെ. അപ്പോൾ ഒരു പാർട്ട് വീഡിയോ മാത്രമാണ് പുറത്ത് വന്നിട്ടുള്ളത്. അത് തന്നെ ഒരു ഹെവി ഹിറ്റാണ് അൻവിന് എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ലെറ്റ്സ് ഗോ. ഒരുപാട് പേര് ഈ ഒരു വീഡിയോയ്ക്ക് വെയിറ്റിംഗ് ആണെന്ന് എനിക്കറിയാം. അപ്പോൾ അൻവിൻ ഞാൻ എങ്ങനെ കണക്ട് ആവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് പേഴ്സണലി ഒരു കണക്ഷൻ ഇല്ല, ബട്ട് ആ വീഡിയോസുമായിട്ട് എങ്ങനെ കണക്ട് ആവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോഗ്സ്. ഓക്കെ, ഐ എം എ ഡോഗ് ലവർ. ഓക്കെ, ഞാൻ എൻ്റെ ഡോഗ്സിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന, ബാക്കി ഡോഗ്സിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു. പക്ഷെ നമുക്ക് നമ്മളെ ഡോഗിനായിട്ടുള്ളൊരു കണക്ഷൻ അതുപോലെ വേറൊരാളിൽ കാണുമ്പോൾ വി ഫീൽ ലൈക്ക് ഓക്കെ, ഒരു സംഗതി, ഒരു സാറ്റിസ്ഫൈഡ് സാധനം. പിന്നെ ബാക്കി ജെൻസി ക്രൗഡിനോ ഇല്ലെങ്കിൽ ഇപ്പോൾ 90s കിഡ്സ്, ഇപ്പോഴത്തെ 30+ കിഡ്സിനൊക്കെ എല്ലാവർക്കും അൻവിനുമായിട്ട് കണക്ട് ചെയ്യാൻ കുറച്ച് കോമൺ ഫാക്ടേഴ്സ് കാണും. ലൈഫ് സ്റ്റൈൽ. ഓക്കെ, സോഷ്യൽ മീഡിയ വഴി ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്, ലൈഫ് സ്റ്റൈൽ അതിഭീകരമായിട്ട് ഫ്ലോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഭയങ്കരമായിട്ട് ഈ ലൈഫ് സ്റ്റൈൽ ഒരു എക്സാജറേഷൻ കാണിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര സീനുള്ള പരിപാടിയാണ്. ഓക്കെ, അപ്പോൾ അൻവിൻ ജോസ് എബ്രോഡാണ്, UK അവിടെ കാറ്, ഡോഗ്സ്, മൊത്തത്തിലുള്ള ലിവിങ് സ്റ്റൈല്, ഇതൊക്കെ കാണിക്കുമ്പോൾ ഇവിടെയുള്ള യൂത്ത്, ഓക്കെ, പിന്നെ ഇവൻ സംസാരിക്കുന്നതിൽ കൈൻഡ് ഓഫ് ഹാൻഡ് റൊട്ടേറ്റ്, കൈൻഡ് ഓഫ് വൈബ്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ, പിന്നെ സിഗ്മ, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടല്ലോ ഇവിടെ. അങ്ങനെ ആ ഒരു വൈബ് കയറി പിടിക്കുന്ന യൂത്ത് ഇവിടെ ഉണ്ട്. ഓക്കെ, ഇല്ലെങ്കിൽ ഒരു 30+ ഒക്കെ ഇവിടെ ഉണ്ട്, മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവൻ്റെ ഈ ലൈഫ് സ്റ്റൈൽ കാണിക്കുന്നത്, ലൈഫ് സ്റ്റൈൽ പറയുന്നത്, അതിൻ്റെ ബിഹൈൻഡ് എന്താണ് എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. ഇത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇവൻ ഇൻ്റർവ്യൂസ് കൊടുത്തു തുടങ്ങിയപ്പോൾ അതിൻ്റെയൊക്കെ കമൻറ്റ് ബോക്സിൽ വളരെ ക്ലിയർ ആയിട്ട് ആളുകൾ കൊണ്ടുപോയി കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, സംതിങ് ഫിഷി. ഇവൻ പറയുന്ന ബിസിനസ്സുകൾ ഇവൻ കംപ്ലീറ്റ് ആയിട്ട് പറയുന്നില്ല. ഇവൻ എന്തൊക്കെ ബിസിനസ്സിൽ ഇൻവെസ്റ്റഡ് ആണ്, അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ബിസിനസ്സാണ്, ഒന്നും കംപ്ലീറ്റ്ലി പറയുന്നില്ല. ഇവൻ UK എത്തിയതിനെ കുറിച്ചിട്ട് ഭയങ്കര എന്താ പറയുക, എവിടെയും ഒരു ഡീറ്റെയിൽഡ് വേർഷനൊന്നും പറയുന്നില്ല. ഇവിടുന്ന് ശ്രീലങ്കയിൽ പോയി, ശ്രീലങ്കയിൽ നിന്ന് UK പോയി, ദാറ്റ്സ് ഇറ്റ്. സോ ദിസ് ഗൈ എവിടെയോ എന്തൊക്കെയോ ഒളിപ്പിച്ച് വെക്കുന്നുണ്ട്. ഇവൻ പറയുന്നതിൻ്റെ ബിഹൈൻഡ് സ്റ്റോറീസ് ഇതൊന്നും അല്ല എന്നുള്ളതൊക്കെ ഓൾറെഡി കോമൻറ്റ് ബോക്സിൽ വന്നു പോയുള്ള ഐറ്റങ്ങളാണ്. ഓക്കെ, അന്ന് മുതലേ ഇതിൻ്റെ ഒരു ഓഡിറ്റ് ഇങ്ങനെ അവിടെ ഇവിടെയായിട്ട് നമുക്ക് ആളുകൾ കൊണ്ടുവന്ന് തന്നിട്ട് അണ്ണാ നോക്കി വെച്ചോ എന്ന് പറഞ്ഞിട്ട്. ബട്ട് ഡ്രേക്കിൻ്റെ വീഡിയോയ്ക്ക് ശേഷം കുറച്ചധികം കാര്യങ്ങൾ ഇന്നാ പിന്നെ തപ്പിപ്പിടിച്ചിറങ്ങാം എന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ട് ഇറങ്ങി. അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ, അനന്തുവിൻ്റെ വീഡിയോ കാണണം അല്ലേ? കാണാം. മീറ്റ് അൻവിൻ ജോസ്. UK ഭയങ്കര ഒരു ലക്ഷൂറിയസ് ലൈഫ് പുട്ട് ഔട്ട് ചെയ്ത് അതിലൂടെ ഒരു ഓഡിയൻസിനെ വളർത്തിയെടുത്ത് കുട്ടികളുടെ ഇടയിൽ സിംഗിൾ സിഗ്മ ലൈഫ് പുട്ട് ഔട്ട് ചെയ്ത്. കല്യാണം എന്നൊരു പ്ലാൻ ഉണ്ടോ? ഇല്ല. കല്യാണം കഴിക്കാൻ വിരോധമാണോ? വിരോധമൊന്നുമില്ല, ഇപ്പൊ എന്തായാലും പ്ലാൻ ഇല്ല. മൾട്ടി മില്യണർ ബിസിനസ് എംപയർ ഉണ്ടായിരുന്ന, എന്നിട്ട് 2023 റിട്ടയർ ആയ 21 മുകളിൽ കാർ കളക്ഷൻ ഉള്ള ഒരു കാർ എന്തൂസിയാസ്റ്റ്. ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മിന്നുന്നതെല്ലാം പൊന്നാണ്. അപ്പൊ പിന്നെ ഇതാരാ അൻവിനെ? ഈ നിലമ്പൂറുള്ള കൊച്ചിനെ മറന്നോ? പോട്ടെ, ഇയാള് മൾട്ടി മില്യണർ ആണെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്തും ഈ കുട്ടിക്ക് കോളേജിൽ പഠിക്കാനുള്ള ഫീസിന് വേണ്ടിയിട്ട് GoFundMe പേജ് വരെ കുട്ടിക്ക് തുടങ്ങേണ്ടി വന്നു. പോട്ടെ, ഇതും പോട്ടെ. പക്ഷെ ആ കുട്ടിയുടെ ഡിപ്പെൻഡന്റ് വിസയിലല്ലേ അൻവിൻ എന്ന് പറയുന്ന വ്യക്തി UK നിന്നോണ്ടിരുന്നത്. 2022 ജാനുവരിയിൽ ഷിൻഡോ എന്ന് പറയുന്ന ഒരു വ്യക്തി UK ഒരു കെയർ ഹോം സ്റ്റാർട്ട് ചെയ്യുന്നു. 2ാം മാസത്തിൽ ഒരു റിക്രൂട്ടറായിട്ട് അൻവിൻ അവിടെ 30% ഓണർഷിപ്പിലേക്ക് കടന്നു വരുന്നു. 11ാം മാസത്തിനുള്ളിൽ അതിനകത്തുള്ള എല്ലാ പാർട്ട്നേഴ്സിനെയും ഡൈല്യൂട്ട് ചെയ്തിട്ട് നിബു സിറിയാക്ക് 100% ഓണർഷിപ്പിലോട്ട് കമ്പനി മാറ്റുകയും ഇവരെല്ലാവരും ആ കമ്പനിനകത്ത് പോവുകയും ചെയ്തു. സോ 11 മാസത്തിൽ ഒരു വൃദ്ധസദനം നടത്തിയിട്ട് മൾട്ടി മില്യണർ ആയിട്ട് റിട്ടയർ ചെയ്യാൻ പറ്റുമെന്നാണോ നിങ്ങൾ എല്ലാവരും പറയുന്നത്? കറന്റ്ലി ഇപ്പൊ എത്ര വണ്ടി ഉണ്ടാവും? ഞാൻ ഇന്റർവ്യൂവിനോട് വിരലിൽ എണ്ണാൻ പറ്റാത്തത്, എന്നാലും ഒരു എക്സാക്ട് കൗണ്ട് വിരലിടാനൊക്കെ പറ്റി 21 വണ്ടി. 21 വണ്ടിയോ അൻവിന്? ആ സെക്കൻഡ് ഹാൻഡ് BMW, പിന്നെ ആ വർക്ക്ഷോപ്പിൽ കിടക്കുന്ന ഒരു വണ്ടി ഉണ്ടല്ലോ, ഒരു നിസാൻ പെട്രോൾ, അതും വർക്ക്ഷോപ്പിൽ നിന്ന് എടുക്കാനെന്നുള്ള പൈസ ഇല്ലാതെ അങ്ങനെ കിടക്കുന്നുണ്ട് ഒരു വർഷമായിട്ട് ആ വണ്ടി. അതും അല്ലാതെ വേറെ ഏത് വണ്ടിയാണ് അൻവിന്റെ പേരിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ളത് UK? അങ്ങനെ ആണെങ്കിൽ അതിന്റെയൊക്കെ ലിസ്റ്റ് ഒന്ന് പുട്ട് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പോലുള്ള ആൾക്കാർക്ക് വലിയ സന്തോഷമായേനെ. അതുപോലെ തന്നെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഫാം ഹൗസ്, ആ റെന്റഡ് ആയിട്ടുള്ള ഒരു ഫാം ഹൗസ് ഉണ്ടല്ലോ, ആ പറയുന്ന ഫാം ഹൗസിന്റെ റെന്റ് കൊടുക്കാതിരുന്നിട്ടുണ്ടോ?
അത് മേടിച്ചതാണെന്ന് പറയരുത്. 2017 അത് മേടിച്ചത് ആരാണെന്നുള്ള ഡീറ്റെയിൽ ഉണ്ട്, അത് ഞാൻ ഇവിടെ ഔട്ടാക്കുന്നില്ല. ഈ വീഡിയോ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്റെ കൂട്ടുകാരെ വരെ ത്രെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരും ഇവരുടെ ടീമും. എന്തിന്? സെറ്റിൽമെന്റ് ഓഫറിൽ വരെ വന്നിരുന്നു. കമ്മിങ് ടു ദ പോയിന്റ്, ഇതൊരു 3 പാർട്ടുള്ള സീരീസ് ആയിരിക്കും. ഇപ്പൊ നിങ്ങൾ കണ്ടത് ഒരു ട്രെയിലർ മാത്രം. അടുത്തത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അൻവിന്റെ സ്കാം അക്യൂസേഷനെ കുറിച്ചിട്ടാണ്. ദാറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ഹിസ് ഓട്ടോ സ്പാ ബിസിനസ് ഇൻ UK ആൻഡ് ദ ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസ് ദാറ്റ് ഹീസ് ഗോണ ലോഞ്ച് ഇൻ ഇന്ത്യ. സോ അതിനകത്തൊന്നും പോയി പെടാതിരിക്കുക. സ്നേഹം പിറക്കട്ടെ, സ്നേഹം മാത്രം പിറക്കട്ടെ. സി യു ഇൻ പാർട്ട് 2. അപ്പോൾ ഇതാണ് ഡ്രേക്കിൻ്റെ വീഡിയോ. ഇറ്റ്സ് ഗോയിങ് വൈറൽ, ഇറ്റ്സ് ഗോയിങ് ട്രെൻഡ്, അങ്ങനെ പോവാണ്. ഇപ്പോൾ റെൻഡഡ് റിച്ച് ആണോ? ചുമ്മാ വെറുതെ റീലിൽ റിച്ചായിട്ട് കാണിക്കുന്ന റീൽസ് നോട്ട് റിയാലിറ്റി എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. സോ ഇതുപോലെ നമ്മൾ ഈ പാറ്റേൺ, സിമിലർ പാറ്റേൺ നമ്മൾ പല വീഡിയോസിലായിട്ട് പലർ കാണിച്ച് പൊളിഞ്ഞതൊക്കെ നമ്മളിവിടെ സംസാരിച്ചിട്ടുണ്ട്. സോ എഗെയിൻ ഈ അൻവിൻ്റെ കേസിലും ഈവൻ UK ബേസ്ഡ് ആണ്, അവിടെ ബിസിനസ് ഉണ്ട്, അങ്ങനെയൊക്കെ പറയുമ്പോഴും എവിടുന്ന് കാശ് വന്നു, ഈ ബിസിനസ് എന്ത് ബിസിനസ്സാണ്, ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു, നിൽക്കുന്ന വിസ ഏതാ, എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ള ലൈഫിൽ, അങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങൾ വന്ന് ചോദിക്കുകയാണ് ഒരാൾ. ഇതിന് അൻവിന് ഉത്തരം പറയുമെന്നൊന്നും അറിയാൻ പാടില്ല. ബട്ട് ഇത് ഈ ചോദ്യങ്ങളൊക്കെ വരേണ്ട ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അൻവിൻ കുറേ ഇൻ്റർവ്യൂസ് കൊടുക്കുന്നു. ഓക്കെ, അൻവിൻ്റെ പ്രൊഫൈലിൽ മാത്രം ഡോഗ്സും അവിടുത്തെ ലൈഫുമായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത്രത്തോളം ഒരു സീൻ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് അതൊന്നൊക്കെ മാറിയിട്ട് കുറേ ഇൻ്റർവ്യൂസ് കൊടുക്കുന്നു. ഈ മോട്ടിവേഷൻ്റെ ഒരു വേറെ സാധനം ഉണ്ടല്ലോ, ഈ സിഗ്മ സിംഗിളിൻ്റെ ഒരു മോട്ടിവേഷൻ്റെ ഒരു സാധനമുണ്ട്. ആ സാധനം വെച്ച് അടിക്കുന്ന കൈൻഡ് ഓഫ് ടേറ്റ് വൈബ്, അങ്ങനത്തെ ഒരു സാധനത്തിൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരുന്ന സമയത്ത് അത് കാണുന്ന ആളുകളിൽ കുറേ പേര്, അതായത് നമ്മളെയൊക്കെ അടുത്തറിയാവുന്ന ഒരുപാട് പേര് നമ്മുടെ റിയൽ ലൈഫിലുണ്ടാവും. സോ ചില ആളുകൾ ചില സാധനങ്ങൾ ചിലരായിട്ട് കൺവേ ചെയ്യും, അല്ലെങ്കിൽ ചില സാധനങ്ങൾ ചിലർ കമൻറ്റ് ബോക്സിലിടും. അത് പതിയെയാണെന്നുണ്ടെങ്കിലും നമ്മൾ പറയുന്ന സാധനങ്ങളിൽ വേരിയേഷൻ ഉണ്ടെങ്കിൽ, ഒരു ക്ലാരിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ അത് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മളെ തലയിൽ വരും നമ്മളൊരു പീക്ക് ഫെയിമിലേക്ക് പോകുമ്പോൾ. അൻവിൻ്റെ കേസിൽ എന്താ ഉണ്ടായെങ്കിൽ, അൻവിൻ ഇങ്ങനെ പതുക്കെ അൻവിൻ്റെ ലൈഫ് സ്റ്റൈൽ, ദ റിച്ച് ലൈഫ് സ്റ്റൈൽ കാണിച്ച് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നു. അതിനുശേഷം പതുക്കെ അൻവിൻ കേരളത്തിലൊരു ബേസ് ഉണ്ടാക്കാൻ, കേരളത്തിൽ നിന്ന് പോയ അൻവിൻ കേരളത്തിലേക്ക് ഒരു തിരിച്ചു വരവ്, ഒരു ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങിലാണ് തോന്നുന്നു. ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാട്ടോ പറയുന്നത്, തെറ്റുണ്ടാവാം. ഇത് എൻ്റെ എന്താ പറയുക ഊഹാപോഹങ്ങൾ മാത്രമാണ്, ഞാൻ പറയുന്ന കോൺസ്പിറസിയാണ്. അത് ആരും എൻഡോസ് ചെയ്യണമെന്ന് എനിക്കില്ല. അൻവിന് വേണമെന്നുണ്ടെങ്കിൽ അൻവിൻ്റെ വേർഷൻ പറയാം, ബിക്കോസ് യു ആർ ദ ബോസ്. അപ്പോൾ നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് പറയാം. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. അൻവിൻ ഇവിടുന്ന് പോയി UK സെറ്റിൽഡായി, എന്തൊക്കെയോ ബിസിനസ് കാര്യങ്ങളെന്ന് പറയുന്നു. അവിടുന്ന് ആ റിച്ച് ലൈഫ് മറ്റേ റീൽസിൽ കാണിക്കുന്നു. അത് റിയാലിറ്റിയാന്ന് വിചാരിച്ച് ഇവിടെ ഭയങ്കര ഒരു മാസീവ് ഫാൻ ഫോളോയിങ് ഉണ്ടാവുന്നു. ബാക്ക് ടു ഏറ്റവും നല്ല ബേസ് എന്താ, UK-നേക്കാൾ ഏറ്റവും കൂടുതൽ നല്ല വിളനിലം കേരളമാണ് മലയാളികൾക്കിടയിൽ. അത് അറിയുന്നൊരു മലയാളി ആയതുകൊണ്ട് യു ആർ കമ്മിങ് ബാക്ക്. ഇവിടെ വരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിൽ നിങ്ങൾ കുറേ ഇൻ്റർവ്യൂസ് വന്ന് കൊടുക്കുന്നു. ആ ഇൻ്റർവ്യൂസ് മാത്രമല്ല, നിങ്ങൾ ഇവിടെ വന്നിട്ട് നിങ്ങൾ വെച്ച മുഖങ്ങളാണ് ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്നെ ഒരു ക്യൂരിയോസിറ്റിയുടെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ച. ഗെയിമിങ്ങിൽ പോയ ഈഗിള്, ഓക്കെ, ഒരു സൈഡിൽ OG, ഒരു സൈഡിൽ മൈജി ഷാജി. സോ ഹീസ് അപ്പ് ഫോർ സംതിങ് റിയലി ബിഗ്. മനസ്സിലായോ? ഞാൻ വിചാരിച്ചത് ആദ്യമൊക്കെ അൻവിൻ ഈ റിയാലിറ്റിയിൽ ഇത്രയും ഭയങ്കര ലക്ഷറി ലൈഫും റിച്ച് ലൈഫൊക്കെ കാണിച്ചത് സാധാരണക്കാരായ ചെക്കന്മാരെ കുറച്ചൊന്നിങ്ങനെ എന്താ പറയുക ഇളക്കി വിട്ടിട്ടുള്ള പരിപാടികൾക്ക് വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ അവരുടെ മുന്നിൽ ഒരു മാസ് അപ്പീലിനോ അല്ലെന്നുണ്ടെങ്കിൽ ഏട്ടായി എന്നുള്ള സ്കീമിന് വേണ്ടിയിട്ടായിരിക്കും. അത് നോ, എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഇത് ഇയാൾ വെച്ചത് തന്നെ എന്തിനാ, ഇങ്ങനത്തെ ബിഗ് ഷോട്ട്സ് അല്ലെങ്കിൽ ഒരു സ്കീമിൽ. ഇപ്പോൾ ഗെയിമിങ്ങിൽ എന്താണെങ്കിലും ഏറ്റവും കൂടുതൽ ക്രെഡിബിലിറ്റി ഉള്ള ആൾ ഈഗിളാണ്. ഇനി ഫുഡ് ആ ഒരു കാറ്റഗറി പോയ അൽസാജിലെ ഷിയാസ്കാക്ക് ഭയങ്കര ക്രെഡിബിലിറ്റിയാണ്, ഭയങ്കര മനുഷ്യനാണ്. മൈജി ഷാജി ക്രെഡിബിളാണ്. പിന്നെ OG ക്രെഡിബിലിറ്റി ഒന്നുമില്ല, ബട്ട് സ്റ്റിൽ ആരൊക്കെയോ എന്തൊക്കെയോ OGനെ എന്ത് ചെയ്യുന്നുണ്ട്, OG അല്ലേ എന്നുള്ള രീതിക്ക് കൺസിഡർ ചെയ്യുന്നുണ്ട്. ക്രെഡിബിലിറ്റി ഇല്ല. അപ്പോൾ ഓരോ ഫേസുകളായിട്ട് ഓരോരുത്തരായിട്ട് ഇവൻ കണക്റ്റ് ആവാൻ ഭയങ്കര ഈസി ആവും. കാരണം എന്താ, ഇവൻ്റെ ഈ റിയാലിറ്റി അവരും കണ്ടു കാണും. പിന്നെ ഇവൻ്റെ ഒരു ആക്സെപ്റ്റൻസി അവർ കണ്ടു കാണും. യൂത്തിനിടയിൽ ഇവനുള്ളൊരു ആക്സെപ്റ്റൻസി. അപ്പോൾ അത് യൂസ് ചെയ്യാൻ ആ ബിസിനസ്സുകാരും റെഡിയാണ്, ആ ബിസിനസ്സുകാരെ യൂസ് ചെയ്യാൻ ഇവനും റെഡിയാണ്. മനസ്സിലായോ? അങ്ങനത്തെ ഒരു സ്കീമിലേക്ക് കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ ഉള്ള അൻവിൻ്റെ നീക്കമായിരുന്നു അത് എന്നുള്ളത് ഇപ്പോൾ ആഫ്റ്റർ അനന്തുവിൻ്റെ വീഡിയോ കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നു. പിന്നെ ഇതിൻ്റെ പേഴ്സണൽ ലൈഫിൻ്റെ സൈഡ് ഉണ്ട്. അതായത് ഇവൻ എങ്ങനെ UK-യിൽ എത്തി എന്നുള്ളത്. മേ ബി സ്റ്റുഡൻസ് വിസയിൽ പോയ ഒരാൾ അത് കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് ഡിപ്പെൻഡൻറ്റ് വിസയിലേക്ക് മാറിയതായിരിക്കാം. വാട്ട് എവർ ഇറ്റ്, ദാറ്റ് ഈസ് ഹിസ് പേഴ്സണൽ തിങ്, പേഴ്സണൽ ലൈഫ്. അതിനോട് എനിക്കൊരു താല്പര്യമില്ല അൺടിൽ അൺലെസ്
ആരാണോ ഡിപെൻഡന്റ് വിസ അവന് ചെയ്യാനുള്ള പരിപാടികൾ അല്ലെങ്കിൽ എന്താണോ അവരുടെ ലൈഫ്, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ആൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കൺസേൺ അല്ലെങ്കിൽ ഒരു വിഷയങ്ങളുണ്ട്, അവരങ്ങനെ പുറത്ത് വരികയാണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മളത് ഡിസ്കസ് ചെയ്താൽ മതി. അല്ലാത്തടത്തോളം അതൊന്നും ഒരു വിഷയമുള്ള കേസല്ല. ആർക്കും ഒരു രാജ്യത്ത് എങ്ങനെ വേണേൽ പോവാം, സ്റ്റുഡൻ്റ് ആയിട്ട് പോവാം അല്ലെങ്കിൽ ഡിപ്പെൻഡൻ്റ് ആയിട്ട് പോവാം, എങ്ങനെ വേണേൽ പോവാം, അല്ലെങ്കിൽ സ്റ്റുഡൻ്റ് ആയി പോയി പിന്നെ ഡിപ്പെൻഡൻ്റ് ആവാം. ദാറ്റ്സ് അപ് ടു ദം ദെയർ പേഴ്സണൽ ലൈഫ്. ഓക്കെ. പക്ഷേ ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി കൈൻഡ് ഓഫ് സ്കാം, യെസ് ഡെഫിനറ്റ്ലി ആ സ്കാം ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളുടെ മുന്നിലേക്ക് റിയൽ അല്ലാത്തൊരു ലൈഫ് സ്റ്റൈൽ കാണിക്കുന്നത്, ഈ കാറിൻ്റെ എണ്ണം പെരുപ്പിച്ച് പറയുന്നത്, കമ്പനികളെക്കുറിച്ച് പറയുന്നത്, ബിസിനസ്സിനെ കുറിച്ച് പറയുന്നത്, ഭയങ്കര ഈസി ലൈഫിനെ കുറിച്ച് പറയുന്നത്, 10-29 വയസ്സായപ്പോൾ റിട്ടയർ ചെയ്തു എന്ന് പറയുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരാളെ പൈസ പറ്റിച്ചിട്ടുള്ള സ്കാം അല്ലെങ്കിലും ഒരാളുടെ എന്താ പറയുക ലൈഫിൻ്റെ ഒരു 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 നമ്മളുടെ ഒരു ടൈം ഉണ്ടല്ലോ, നമ്മളൊരാളെ ഒരു വീഡിയോ കണ്ട് അല്ലെങ്കിൽ ഒരു വീഡിയോയിൽ ഈ മോട്ടിവേഷൻ കൊടുത്ത് ഇൻസ്പയർ ചെയ്ത് സ്കാം ചെയ്യാന്ന് പറയില്ല, ആ സ്കീമാണ് അതിനകത്ത്. അങ്ങനെയാണ് എനിക്ക് പേഴ്സണലി അത് ഫീൽ ആയിട്ടുള്ളത്. ഓക്കെ. പിന്നെ വാട്ട്സ് ഈസ് ഗോയിങ് ടു ഡു നെക്സ്റ്റ് എന്നുള്ളൊരു ചോദ്യത്തിനാണെന്നുണ്ടെങ്കിൽ കൊച്ചി ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ ബേസ് ചെയ്തിട്ട് അവർ എന്ത് ചെയ്യാം, അവരുടെ ഈ കാറിൻ്റെ ഒരു പരിപാടി ഉണ്ട്, മറ്റേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാർ വാഷ് പരിപാടി. ഈ പരിപാടി കേരളത്തിലേക്ക് ലോഞ്ച് ചെയ്യാനുള്ള ഒരു സ്കീം പരിപാടി കാണിക്കുന്നുണ്ടോ, അത് അവിടെ UK എങ്ങനെയാണ് ചെയ്യുന്നത് അതിൻ്റെ സിമിലർ പാറ്റേണിൽ ചെയ്യാനാണോ ഇവരുടെ പ്ലാന്? ഓറൽസ് ഇനി എന്തെങ്കിലും ഇതൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അൻവിൻ ഒരു ട്രേഡ് പ്ലാറ്റ്ഫോമിനെ കുറിച്ചിട്ട്. അതിൽ അൻവിൻ എന്താണ് റോൾ എന്നുള്ളത് ഷെയർ ആണോ അതോ അത് ഓണർഷിപ്പ് ആണോ എന്നറിയില്ല. അങ്ങനെ ഒരു ട്രേഡ് പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്ത്, കാരണം ഇത്രയും എന്താ പറയുക ഒരു ലൈഫ് സ്റ്റൈൽ പെരുപ്പിച്ച് കാണിക്കുന്ന ഒരാളാണ്. അതായത് യങ്ങിൻ യൂത്തിൻ്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ ലൈഫ് സ്റ്റൈൽ പെരുപ്പിച്ച് കാണിക്കുമ്പോൾ അതിൽ ആകൃഷ്ടരാകുന്ന യൂത്ത് ശരിക്കും ഇവൻ എങ്ങനെ കാശുണ്ടാക്കി അതുപോലെ എനിക്കും കാശുണ്ടാക്കണം, സെറ്റിൽ ആവണം എന്ന് വിചാരിച്ചിട്ട് ഇവൻ്റെ കയ്യിൽ നിന്ന് ആ മോട്ടിവേഷൻ വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ മക്കളെ പിടിച്ചോ, ഞാനൊരു ക്രിപ്റ്റോ കോയിൻ കൊണ്ടുവന്നു, ഞാനൊരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് കൊണ്ടുവന്നു, ഞാൻ ഇങ്ങനെ റിച്ചായത് നിങ്ങൾ വായിക്കും എന്ന് പറഞ്ഞ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു സ്കാമായി നാളെ. മനസ്സിലായില്ലേ? അങ്ങനത്തെ ഒരു പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്നുള്ള സംശയങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാട്ടോ ഞാൻ കൂടുതലായിട്ട് ഇതിനകത്തേക്ക് ഇൻവോൾവ് ആയി കൂടുതൽ ഇതിനകത്തൊരു ക്യൂരിയോസിറ്റി കാണിക്കുന്നത് ആഫ്റ്റർ അനന്തുവിൻ്റെ വീഡിയോ. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ നോക്കേണ്ട പരിപാടി ഇനി ഇവൻ കൊടുത്ത ഇൻ്റർവ്യൂസിൽ ഇവൻ പറഞ്ഞിട്ടുള്ള 1-2 അല്ല അതിൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടിയിരിക്കുന്നു. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. പഠിച്ചതൊക്കെ അവിടെയാ, പിന്നെ UK കുടിയേറി അവിടെ അങ്ങനെ സെറ്റിലായി. ശ്രീലങ്ക വഴി ഒരു പോക്കായിരുന്നു, കുറച്ചു കഴിഞ്ഞ ശ്രീലങ്കയിലുണ്ടായിരുന്നു. പഠിത്തം കഴിഞ്ഞൊന്ന് ജസ്റ്റ് ഒരു 2 കൊല്ലത്തേക്ക് ജസ്റ്റ് കേരളത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നപ്പോ അങ്ങനെ മാറി നിന്നു. നാട്ടിൽ എന്താ പഠിച്ചേ? നാട്ടിലൂടെ +2 വരെ പഠിച്ചിട്ടുണ്ട്. +2 പഠിച്ചു. അത് കഴിഞ്ഞിട്ട് എന്താ പുറത്തേക്ക് പോകാനുള്ള ഒരു സാഹചര്യം അങ്ങനെയാണല്ലോ നമ്മള് +2 സ്കൂൾ ലൈഫിലൊക്കെ എന്തെങ്കിലും ഒരു സാഹചര്യം ആൾക്ക് വരുമല്ലോ. അപ്പൊ ആ ഒരു സാഹചര്യം ആ റൂട്ട് എടുത്തൊക്കെ പോയി. പിന്നെ വിചാരിച്ചു തിരിച്ചു വരണ്ട, പുറത്ത് കൂടാന്ന് വിചാരിച്ചു. അതായത് ഒളിച്ചോട്ടായിരുന്നു ഉദ്ദേശിച്ച സത്യത്തില്? ഡെഫിനറ്റ്ലി ഒളിച്ചോട്ടായിരുന്നു, അതിൽ ഡൗട്ടൊന്നും വേണ്ട. ഞങ്ങളിപ്പോ ഒളിച്ചോടാണെങ്കിൽ തൊട്ടപ്പുറത്തെ ജില്ലയോ? ഞാൻ അങ്ങനെ ഒളിച്ചോടിയതല്ല. ഇപ്പൊ ശ്രീലങ്ക ആയതുകൊണ്ട് നമ്മുടെ ഡിസിഷൻ തെറ്റാണെങ്കിൽ പെട്ടെന്ന് തിരിച്ചു വരാമല്ലോ. അതായത് ഇവിടുന്ന് നമ്മുടെ സീ ബേസ് ആണ് 33 കിലോമീറ്റർ ഉള്ളൂ. അപ്പൊ ഫ്ലൈ ചെയ്യാനാണെങ്കിൽ 1 മണിക്കൂറുള്ളൂ, 50 മിനിറ്റ് എങ്ങാണ്ട്. അപ്പൊ ഡിസിഷൻ തെറ്റാണെങ്കിൽ ആകെ 4000 രൂപ കൊടുത്ത് തിരിച്ചു വരാം. അതായത് മലപ്പുറത്തുകാരനാണ് ലൈഫിലൊരു സാഹചര്യം വന്നപ്പോൾ ഓടിപ്പോയത് ശ്രീലങ്കയിലേക്കാണ്, പഠിക്കാൻ വേണ്ടി പോയതാണ്. അല്ലെങ്കിൽ അവിടെ ചെന്നു, പിന്നെ ഒരു ഹോട്ടൽ ബിസിനസ് തുടങ്ങി, ഒരു പൂട്ടിപ്പോയി അതിൻ്റെ വക്കിൽ നിൽക്കുന്ന പൂട്ടാൻ പോകുന്ന ഹോട്ടലെടുത്ത് അതിൻ്റെ ബിസിനസ് തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ പല ഇൻ്റർവ്യൂസിലായിട്ട് ഈ കേരള ടു ശ്രീലങ്ക ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ തുടക്കം അങ്ങനെയാണ്, സ്ട്രഗ്ലിംഗ് ഫേസ്. പിന്നെ അവിടുന്ന് ബിസിനസ് പഠിച്ചു, മലപ്പുറത്ത് എന്തുകൊണ്ട് പോയി നിലമ്പൂരിൽ നിന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എവിടെയും പറഞ്ഞിട്ടൊന്നുമില്ല. ബട്ട് സ്റ്റിൽ ഈ പറഞ്ഞ പോലെ പഠിക്കാൻ വേണ്ടി പോയതാണ് അല്ലെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടി പോയതാണെന്നുള്ള ആ കഥേൻ്റെ സംഗതി തന്നെയാണ് വന്നത്. മേ ബി റിയൽ ആയിരിക്കാം, സ്ട്രഗ്ലിംഗ് ഫേസ് ഉണ്ടായിരിക്കാം, ഇല്ലയെന്ന് പറയുന്നില്ല, നമുക്കൊക്കെ ഒരു സ്ട്രഗ്ലിംഗ് ഫേസ് ഉള്ളതാണ്. ഇനി അവിടുന്ന് UK, അതാണ് അടുത്ത സ്റ്റോറി. ശ്രീലങ്കയിൽ എന്താ പഠിച്ചേ അല്ലെങ്കിൽ എന്താ ചെയ്തോണ്ടിരുന്നത്? ശ്രീലങ്കയിൽ ഫ്രണ്ട് കൊണ്ട് പഠിച്ചതാ, അവനവിടെ പഠിക്കായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു നീ അങ്ങോട്ട് പോരെ, നമുക്ക് അവിടെ ചില്ലടിക്കാന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് പോയി. ഞാൻ വന്നിട്ട് 8 ദിവസം കഴിഞ്ഞപ്പോ ആശാൻ തിരിച്ചു വന്നു. ഞാൻ പിന്നെ അവിടെ വിട്ടുപോയി. പിന്നെ 2 കൊല്ലം അവിടെ തന്നെ പഠിച്ചത്. അവിടെ ഞാൻ കൺസ്ട്രക്ഷൻ സിവില് പഠിച്ചോണ്ടിരുന്നത്. അത് തന്നെ കണ്ടിന്യൂഷൻ UK-ലും. അത് കഴിഞ്ഞ് നമ്മള് UK-ലെത്തി. UK-ല് എങ്ങനെയാ കോഴ്സ്? സെയിം കോഴ്സ്? സെയിം ക്വാണ്ടിറ്റി സർവേയിങ് എന്ന് പറയും. അതൊരു നമ്മുടെ ബിൽഡിംഗിന്റെ ഒക്കെ ഒരു ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്ത് കോസ്റ്റ് എസ്റ്റിമേഷൻ റൂട്ടാ. അത് പഠിച്ചു കഴിഞ്ഞു. ബർമിംഗ്ഹാമിലൊക്കെ പഠിച്ചേ, യൂണിവേഴ്സിറ്റി ഓഫ് ബർമിംഗ്ഹാമില് അവിടെ പഠിച്ചിറങ്ങി. പിന്നെ പണിക്കൊന്നും പോയില്ല.
ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് യു കെയിലെത്തിയത്? സ്റ്റുഡൻസ് വിസയിൽ യു കെയിലെത്താനുള്ള ചാൻസേ ഞാൻ കാണുന്നുള്ളൂ. ഓക്കെ, ഡിപ്പെൻഡൻറ്റ് വിസയിൽ യു കെയിലെത്തി എന്നുള്ളത് അനന്ത് പറഞ്ഞത്. ബട്ട് ഐ തിങ്ക് സ്റ്റുഡൻസ് വിസയിലാവും പോയിട്ടുണ്ടാവുക. കാരണം ശ്രീലങ്കയിൽ നിന്ന് സ്റ്റുഡൻ്റ് ആയിട്ടിരിക്കുക, അതേ കോഴ്സിന് വേണ്ടിയിട്ട് അബ്രോഡ് പോകുന്നു. സോ സ്റ്റുഡൻറ്റ് വിസയിൽ യു കെയിൽ പോയി കാണും. അവിടുന്ന് ഇനി കൈൻഡ് ഓഫ് എന്താ പറയുക റിലേഷൻഷിപ്പായി, പിന്നെ അവിടുന്ന് റിലേഷനിലായ അയാൾ സ്റ്റുഡൻ്റ് ആയിരിക്കാം, അവരുടെ ഡിപ്പെൻഡൻറ്റ് വിസ ആയിരിക്കാം, അങ്ങനെ മാറിയതായിരിക്കാം. അങ്ങനെയുള്ള ചാൻസേ ഞാൻ കാണുന്നുള്ളൂ. പിന്നെ അവിടുന്ന് ബിസിനസ് തുടങ്ങി. ഓക്കെ, ലെറ്റ്സ് സീ വാട്ട് എൽസ് ഈസ് ടെല്ലിങ്. അപ്പം ഇപ്പൊ ചെയ്യുന്നത് ബിസിനസ് ആണോ അവിടെ? ഇപ്പൊ ഞാൻ റിട്ടയർഡാ. വയസ്സായി 28 വയസ്സിൽ റിട്ടയർഡ് ആയോ? ഇനിയിപ്പോ ചില്ലടിച്ച് നമ്മുടെ ഒരു ഫാം ഹൗസ് സെറ്റപ്പിൽ ഇങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു വൈബാണ്. ഒത്തിരി പേര് ഇങ്ങനെ ആഗ്രഹിക്കട്ടെ 28 വയസ്സിൽ വൈബ് അടിച്ച് നടക്കുക, അല്ലെങ്കിൽ അധികം പ്രഷർ കാര്യങ്ങളൊന്നും തലക്ക് വെക്കാതെ. പ്രഷർ ഉണ്ട്, ഇല്ലാന്ന് പറയത്തില്ല. അപ്പം എല്ലാം മാനേജ് ചെയ്യുന്നത് ഓട്ടോമേറ്റഡാ. കമ്പനീസും ബിസിനസ് എല്ലാം ഓട്ടോമേറ്റഡാ. ആൾക്കാരും ഉണ്ട് മാനേജ് ചെയ്യാൻ. ഞാൻ അങ്ങനെ പോയി തലയിടത്തില്ല. അവര് കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്തോളും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ജീവിച്ചു പോകുന്നു. എനിക്കിപ്പോ ഇഷ്ടപ്പെട്ട ഒരു രീതിയിലാണ് ഞാൻ പോകുന്നത്. എത്ര ഓട്ടോമേറ്റഡ് ആണ് ബിസിനസ് എന്ന് പറഞ്ഞാലും അതിൽ നമ്മളുടെ ഒരു കണ്ണോ കയ്യോ എത്തിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ ഓട്ടോമേറ്റഡ് ബിസിനസ്സും താഴെ ചാടും. അവിടെ തന്നെ ഇവൻ പറഞ്ഞത് പൊളിഞ്ഞു പോയിട്ടുണ്ട്. ഒന്ന്, രണ്ടാമത് റിട്ടയർ ചെയ്തു എന്നൊക്കെ പറയുന്നത് ചുമ്മാതാണ് എന്നുള്ളത് ഈഗിളിൻ്റെ പോഡിൽ വന്നിട്ട് തന്നെ ഇവൻ മാറ്റി പറയുന്നുണ്ടായിരുന്നു. അത് പറഞ്ഞത് പണി കിട്ടി എന്നൊക്കെ പറഞ്ഞുള്ളൊരു സംഗതി പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഇറ്റ്സ് നോട്ട് ഈസി. റിട്ടയർ ചെയ്ത് യു കെയിൽ 28 വയസ്സിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എനിക്ക് തോന്നുന്നില്ല അത് പോസിബിൾ ആയിട്ടുള്ളൊരു പരിപാടിയാണ് എന്നുള്ളത്. സോ ഇത് ചുമ്മാ മാസമാവാൻ വേണ്ടി അടിച്ചൊരു ഐറ്റമാണ്, കയ്യിൽ നിന്ന് പോയൊരു ഐറ്റം ആയിരുന്നു ഇത്. ഓക്കെ, പക്ഷേ ഇത് ഭയങ്കരമായിട്ട് ആഘോഷിച്ച് അല്ലെങ്കിൽ ഇതിൽ ഭയങ്കരമായിട്ട് ഇൻസ്പയർഡ് ആയിട്ട് ഒരുപാട് പേര് എന്ത് ചെയ്തിട്ടുണ്ട്. ഓക്കെ, റീൽസൊക്കെ ഇട്ട് മാസാണ്, അളിയൻ അടിപൊളിയാണ്, അല്ലെങ്കിൽ ലൈഫ് കണ്ടോ സെറ്റിലായ അവൻ്റെ ജീവിതം എന്നൊക്കെ പറഞ്ഞിട്ട് അതേപോലെ അങ്ങനത്തെ ഒരു സാധനം എടുത്തു പിടിച്ച് കൊണ്ട് നടന്നിട്ടുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? അങ്ങനത്തെ ഒരു സാധനം അല്ല ഇത്. അങ്ങനെ എണ്ണ ഇട്ട യന്ത്രം പോലെ നമ്മൾ നോക്കണ്ട, നമ്മളെ ബിസിനസ് നടന്നു കൊണ്ടുപോകും എന്ന് പറഞ്ഞാൽ അംബാനി, അദാനിയും യൂസഫ് അലിയും ഒക്കെ വീട്ടിലിരുന്നിട്ട് ചുമ്മാ ഇവനെ പോലെ അടിച്ചു പൊളിച്ച് നടക്കണ്ടേ? നോ, ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. അവരൊക്കെ ഇപ്പോഴും അവർക്ക് എണ്ണ ഇട്ടാൽ ചലിക്കുന്ന ഒരു ബിസിനസ് ഉണ്ടായിട്ട് പോലും അവരെന്ത് ചെയ്യുന്നുണ്ട്? ഇത്ര ഓട്ടോമേറ്റഡ് ആയിട്ട് പോകുന്നൊരു ബിസിനസ് അവരുടെ കയ്യിൽ ഇരുന്നിട്ട് പോലും അവരെല്ലാവരും ഇപ്പോഴും ബിസിനസ്സിൻ്റെ ക്രൈസ് എങ്ങനെയാണ്? ഇഫ് യു ആർ എ ബിസിനസ് മാൻ, ഇഫ് യു ആർ എൻ ഓൺട്രപ്രണർ, നിങ്ങൾ പണി നിർത്തില്ല. യു വോണ്ട് സ്റ്റോപ്പ്. മനസ്സിലായോ? നിങ്ങൾക്ക് എത്ര കാശ് കിട്ടിയാലും യു വോണ്ട് സ്റ്റോപ്പ്. നമ്മളിങ്ങനെ പോകും. നമുക്കിതൊരു പാഷനാണ്, ഒരു ക്രൈസാണ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് മണി, ഇറ്റ്സ് ലൈക്ക് സക്സസ് ആണ് അവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ തരുന്നൊരു ആ കിക്ക്. അതാണ് ബിസിനസ് മാൻ എന്ന് പറയുമ്പോൾ കിക്ക് സക്സസ് ആണ്. ഓക്കെ, മണി സെക്കൻഡറി എന്നേ പറയുള്ളൂ. മണി സക്സസ്, ദാറ്റ്സ് എ തിങ്. സക്സസ് ആവണം. ദാറ്റ്സ് എ മെയിൻ തിങ്. അപ്പോൾ ആ പറഞ്ഞതൊക്കെ ഈ പറഞ്ഞ പോലെ ടേറ്റ് എഫക്റ്റാണ്. ആൻഡ്രൂ ടേറ്റ് എഫക്റ്റിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരാൻ നോക്കിയിട്ട് പിന്നെ അങ്ങോട്ട് സാധനം പൊട്ടിപ്പോയി തോന്നുന്നു. എന്നാലും അത് കൈവിട്ട് പോയ വർത്താനമാണെന്നുള്ളത് പിന്നെ ഞാൻ പറഞ്ഞു മറ്റേ ബോർഡിൽ പറയുന്നുണ്ട്. ഇനി ബാക്കിയുള്ളത് നോക്കാം. നമ്മളെപ്പോഴും യു കെയിലേക്ക് പോകുമ്പോൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടാണോ, അല്ലെങ്കിൽ ഇത്രയും കാറുകള് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലൊക്കെ നമ്മൾ ബ്ലോഗ്സിലൂടെ ആ ഒരു ചില 30 സെക്കൻഡിൽ കാണാണ്. പോഷ് ആയിട്ടുള്ള ലൈഫാണ് നമ്മൾ ഓൾറെഡി നമ്മൾ വിചാരിക്കും. ഇതിന് പുറകെ ഒരു ഹാർഡ് വർക്കിംഗ് ഉണ്ടോ? അതായത് ഇപ്പം നമ്മൾ വീട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്ത് എങ്ങനെയാ അതിന്റെ ഒരു പ്രോസസ്സിങ്? നമുക്കിത് ബിൽഡ് ചെയ്യണമെങ്കിൽ ബ്രിക്ക് ബൈ ബ്രിക്കേ പറ്റൂ. അല്ലാതെ ഓവർനൈറ്റ് ഒരു സക്സസ് എന്തായാലും ഇല്ലല്ലോ. അപ്പൊ അത് നമ്മൾ നോക്കുമ്പോ ഒത്തിരി തന്നെ കഷ്ടപ്പെട്ടാ വന്നേ. ഓരോ പൊസിഷനായിട്ട് ഉണ്ടാക്കി പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും എങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്നൊരു ഐഡിയ കിട്ടുമ്പോ ഈസിയാണ് സംഭവം. റീൽസിലെല്ലാം അങ്ങനത്തെ ഒരു ഉദ്ദേശം. ഇപ്പൊ എന്റെ കമ്പനിയുടെ ഒരു കാര്യങ്ങളൊക്കെ ഞാനോട് പറയുന്നുണ്ട്, ജസ്റ്റ് ഒരു ഹിന്റ് പോലെ. അതും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഞങ്ങളിപ്പോ ഒരു വലിയ ടീം തന്നെ ഉണ്ട് അവിടെ. പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത ആൾക്കാര് വെരി ഗുഡ്. അപ്പം ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ ഉള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. എന്നാ പിന്നെ ഡയറക്റ്റ് ആയിട്ട് പറയാനും പറ്റത്തില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ പോട്ടെ, എന്തായാലും റീൽസിൽ കൂടെ തന്നെ ഇങ്ങനെ കാണിച്ചു പോവാം. അത് ആരെങ്കിലും ഒക്കെ ചോദിച്ചു വരുമ്പോ പറഞ്ഞു കൊടുക്കാലോ എന്ത് ചെയ്യണം എന്നുള്ളത്. പക്ഷെ അത് കയ്യിൽ നിന്ന് പോയി. അതായത് എന്തോരം ജനങ്ങളായി ചോദിക്കുന്നത് എന്ത് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. പിന്നെ എല്ലാവർക്കും എന്താ ചെയ്യേണ്ടതെന്ന് അറിയണം. എല്ലാം ചെയ്തു. ഇതാണ് അൻവിൻ്റെ ഫ്യൂച്ചറിൽ കാണുന്ന ബിസിനസ്സിൻ്റെ പ്ലാൻ. ഹെവി ലൈഫ് സ്റ്റൈൽ കാണിക്കുക, അതിൽ ആകൃഷ്ടരായിട്ട് വരുന്ന ആളുകളെ ഒരു കൂട്ടം ഇവരുടെ ബഞ്ചിലേക്ക് അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരിക. ആ ലൈഫ് സ്റ്റൈലിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. കൂട്ടത്തിൽ ട്രേഡ്, കോയിൻ, മറ്റത് മറിച്ചത്. ഞാൻ പറഞ്ഞു ഇപ്പോൾ ഒരു പ്രത്യക്ഷത്തിലൊരു സ്കാമോ ഒരു ഫ്രോഡ് പരിപാടിയോ ഒന്നും എൻ്റെ അറിവിൽ കേരളത്തിൽ ഈ വ്യക്തിയുടെ പേരിലില്ല. യു കെ ബേസ്ഡായിട്ട് കുറച്ച് എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ടായിരുന്നു എന്നുള്ളത് കേട്ടിട്ടുണ്ട്. ഓക്കെ, ഹിയാസയാണ് കേസ് ഉണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പിന്നെ
ഈ കെയർ ഹോം സെറ്റപ്പിൻ്റെ എന്തോ പരിപാടി തുടങ്ങിയിട്ട് ഓക്കെ ആ തുടങ്ങിയ ഇപ്പോൾ അനന്തുവിൻ്റെ വീഡിയോയിൽ ഡ്രേക്കിൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട് കെയർ ഹോം സെറ്റപ്പിൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ആ കെയർ ഹോം സെറ്റപ്പിൻ്റെ പരിപാടിയിൽ ആദ്യം ഒരു 30% ഷെയർ ഇട്ട് വന്ന ആൾ പിന്നെ അതിൻ്റെ ഒരു എന്താ പറയുക മൊത്തം ബാക്കിയുള്ളവരൊക്കെ തട്ടി അങ്ങനെ പോയി. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സാധനങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഈ ഒരു വീഡിയോ കഴിഞ്ഞതിന് ശേഷം. ബിക്കോസ് ഇപ്പോൾ എങ്ങനെയാണ് ഇവൻ ഇങ്ങനെ നിൽക്കുന്നത് അല്ലെങ്കിൽ ഇത്ര കൂളായിട്ടിരുന്ന് ഞാൻ സമ്പാദിക്കുന്നുണ്ടെന്ന് പറയാനുള്ള റീസണും കൂടി എനിക്ക് വേറെ ആൾ പറഞ്ഞു തന്നതിൽ നിന്ന് മനസ്സിലായ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. അതുകൂടി വെച്ചുതരാം. ആ ഒരു കോൺസെപ്റ്റ് എന്തായാലും മാറ്റണം. അതായത് 5 പൈസ വേണ്ട, നമുക്ക് എന്തെങ്കിലും ഒരു രീതിയിൽ നമുക്കൊരാളെ കൺവിൻസ് ചെയ്തോ ഒരു സെയിൽസ് നടക്കണമെങ്കിൽ, ഇപ്പൊ A to Bയിലോട്ട് സെയിൽസ് നടക്കണമെങ്കിൽ നമ്മൾ നടുക്കരുത് നിന്നാൽ മതി. നമ്മൾ കമ്മീഷൻ പിടിച്ച് തേർഡ് പാർട്ടി കളിച്ച് ഇപ്പം വേറൊരാളുടെ പ്രൊഡക്റ്റ് ഇവിടെ കൊണ്ടു കൊടുത്ത് അതിന് നടുക്കുന്നൊരു കമ്മീഷൻ പിടിച്ച് അങ്ങനെയും പൈസ ഇല്ല. നമുക്ക് പൈസ വേണമെന്നില്ല, ഒരു വിഷൻ വേണം, ഒരു പ്രോപ്പർ പ്ലാൻ വേണം, അത് വെച്ച് വർക്ക്ഔട്ട് ചെയ്യാം. അതാണ് അതിന്റെ ഒരു രസം. ഞാൻ ബാക്കിയുള്ള ഈ ആൾക്കാരെ പോലെ ഭയങ്കര ഹാർഡ് വർക്കർ അല്ല. ഞാൻ രാവിലെ എണീറ്റ് മെയിൽസ് ചെക്ക് ചെയ്ത് അങ്ങനത്തെ ലൈഫ് സ്റ്റൈൽ ഒന്നും എനിക്കില്ല. ഞാനൊരു 10-11 മണി നമ്മൾ എണീക്കുള്ളൂ. ഞാൻ എൻ്റെ കൂടെ അവന്മാർ കിടന്നുറങ്ങുന്നുണ്ടാവും. ഞങ്ങൾ ആദ്യം ആരും എണീക്കുന്ന ഒരു മത്സരമാണത്. എന്നിട്ടൊക്കെ ഞങ്ങൾ എണീക്കുള്ളൂ. എനിക്കിന്റെ ചായ കിട്ടണം, അത് ആരെങ്കിലും കൊണ്ടിട്ട് തരും. അതൊക്കെ ചില്ലടിച്ച് പതുക്കെ ഒരു 2 മണി 3 മണിയൊക്കെ ആവാണ്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങത്തില്ല. ഒന്നാമത് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തോട്ടേ പോകത്തില്ല. അപ്പം അതൊക്കെ വെച്ച് നോർമലായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നേരത്തെ ഒന്ന് ഷെഡ്യൂൾ ചെയ്ത് വെച്ചാൽ മതി. ഇപ്പൊ മീറ്റിംഗ്സ് ആയാൽ പോലും ഞാൻ മീറ്റിംഗ്സ് ഷെഡ്യൂൾ ചെയ്ത് 3 മണിക്കാ. സാധാരണ എല്ലാവരും മീറ്റിംഗ് ഷെഡ്യൂൾ 9 മണിക്കാ. ഞാൻ എണീറ്റ് എന്റെ സൗകര്യം അനുസരിച്ച് മാത്രമേ മീറ്റിങ്ങിന് പോകത്തുള്ളൂ. അപ്പം നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈലിലോട്ട് വേറൊരു സംഭവം അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടേ. അല്ലാതെ വേറൊരു സംഭവത്തിന് വേണ്ടി നമ്മുടെ ലൈഫ് സ്റ്റൈൽ അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സമാധാനം പോകത്തില്ലേ? നമ്മളെങ്ങനെ എൻജോയ് ചെയ്യും? അതായത് മിഡിൽ മാൻ കളിച്ച് കാശുണ്ടാക്കാം എന്നുള്ളതൊക്കെ ആളുകളിലേക്ക് ഈസി ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓക്കെ, അത് ഒരു സ്കില്ലാണ് കേട്ടോ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. മിഡിൽ മാൻ കളിച്ച് കാശുണ്ടാക്കി ഒരുപാട് പേരുണ്ട്. ദാറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. ഇനി അത് പോട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അൻവിൻ്റെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൻവിൻ എവിടുന്ന് കാശ് ആ ഫ്ലോ വരുന്നു, എവിടുന്നാണ് അൻവിൻ ഇങ്ങനെ സ്റ്റേബിൾ ആയെന്നുള്ളതിനെക്കുറിച്ച് ഞാൻ റഫായിട്ടൊന്ന് ചോദിച്ച സമയത്ത് അൻവിന് UK ഒരു ഏജൻസി ഉണ്ടായിരുന്നു. ദാറ്റ്സ് എ കെയർ ഹോം തിങ്. കെയർ ഹോം ഒക്കെ കെയർ അസിസ്റ്റൻസ് റിക്വയർമെൻറ്റ് ചെയ്യുന്ന ഒരു ഏജൻസി. ഓക്കെ, കോവിഡ് ടൈമിൽ ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. അൻവിൻ ഓൾറെഡി മാരേജ് ചെയ്തത് UK ഡിപ്പെൻഡൻറ്റ് വിസയിലാണ് നിൽക്കുന്നത്. ഓക്കെ, നമ്മുടെ ഡ്രേക്കിൻ്റെ വീഡിയോ പറഞ്ഞ പോലെ. ആൻഡ് ഒരു കെയർ ഹോം അസിസ്റ്റൻ്റ് ആയിട്ടുള്ള അസിസ്റ്റൻസിനെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു ഏജൻസി ഉണ്ടായിരുന്നു. റെൻറ്റഡ് ഹോമാണ്. അൻവിന് 3 പാർട്ട്ണർഷിപ്പ് ആയിരുന്നു ഏജൻസി. അൻവിൻ അടക്കം 3 പേരുടെ പാർട്ട്ണർഷിപ്പ് ആയിരുന്നു ഏജൻസി. ഡ്രേക്കിൻ്റെ പറഞ്ഞിട്ട് UK സ്റ്റുഡൻസ് കുറേ വിസ കൊടുത്തിട്ടുണ്ട്. പെർ ഹെഡ് ഒരു ഇന്ത്യൻ മണി 10 lakhs ഒക്കെ എന്താണെന്നുണ്ടെങ്കിലും ചിലവ് വരും. അതായത് അവിടെയുള്ള കുട്ടികൾക്ക് കെയർ ഹോം വിസയിലേക്ക് മാറി, അങ്ങനെ കെയർ ഹോം വിസയിലേക്ക് ഒരു 19 കുട്ടികളെ മാറ്റി എന്നാണ് പറയുന്നത്. ഇവൻ കൊടുത്ത വിസയിൽ നീരജ് ആമൂസൊക്കെ ഇവൻ്റെ കയ്യിൽ നിന്ന് ആ വിസ വാങ്ങിയെന്നുള്ളതൊക്കെയാണ് എന്നോട് വേറൊരാൾ പറഞ്ഞത്. ഒക്കെ ഹിയർസേ ആണ്. ഓക്കെ, അപ്പോൾ അത് ആ സെൻസിൽ നിങ്ങൾ എടുക്കണം. ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം അങ്ങനെ കെയർ ഹോം വിസ കൊടുത്ത ഇവൻ കൊടുത്ത ഒരു 19 വിസയിൽ ഇപ്പോഴും വർക്ക് ചെയ്യുന്ന ആളുകൾ UK അതൊന്നും ഒരു 1 ഷോട്ട് പേയ്മെൻ്റ് ഒന്നുമല്ല. ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപ ഇന്ത്യൻ മണി എന്നൊക്കെ പറയുമ്പോൾ അവിടെ അങ്ങനെ പാർട്ട് ഇപ്പോൾ ഒരു 50 പേര് അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ തിങ്ക് അബൌട്ട് ദ ഹ്യൂജ് എമൗണ്ട്. അത് ഒറ്റയടിക്ക് എൻ്റെ കയ്യിൽ വരില്ല, പാർട്ടായിട്ടേ വരും. മനസ്സിലായോ? മേ ബി അങ്ങനത്തെ ഒരു എമൗണ്ടിൻ്റെ ഒരു ഇൻഫ്ലോ ഇപ്പോഴും അൻവിന് കിട്ടുന്നുണ്ടായിരിക്കാം. ഓക്കെ, അതൊരു ഇല്ലീഗൽ എന്നല്ല പറയുന്നത്, ലീഗലായിട്ട് തന്നെ ചെയ്തവർ. UK ഇല്ലീഗൽ ചെയ്ത അകത്തായിരിക്കും. പക്ഷെ അല്ലാതെ തന്നെ ഇവൻ ആ ഫ്ലോ കിട്ടുന്നുണ്ടാവും. ഇതൊന്ന് ഒരു പോസിബിലിറ്റി പറയുന്നത്. പിന്നെ വേറെ ഒന്ന്, എല്ലാം ജെന്യുവിൻ ആയിരുന്ന വിസയായിരുന്നു. സ്റ്റുഡൻസ് ഓൾമോസ്റ്റ് ആ വിസ ഓൾമോസ്റ്റ് ഒരു 19 സ്റ്റുഡൻസ് ആ വിസ എടുത്തിട്ടുണ്ട്. മെയിൻ സംഗതി കെയർ ഹോം ആൻഡ് ഏജൻസി തമ്മിലുണ്ടായ പേയ്മെൻറ്റ് ഇഷ്യൂ. അതായത് കെയർ ഹോം ഇതിന് വേണ്ടിയിട്ട് റിക്രൂട്ട് ചെയ്യുന്ന ഇവരുടെ ഏജൻസിയും കെയർ ഹോമും തമ്മിലുണ്ടായ ഇഷ്യൂ വന്ന സമയത്ത് ആ കേസ് എന്ത് ചെയ്ത് ഏജൻസി വിൻ ചെയ്തു. അതായത് ഈ അൻവിൻ്റെയും കൂടി 30% ഷെയറുള്ള ഏജൻസി ഈ കെയർ ഹോമുമായിട്ടുള്ള ഡിസ്പ്യൂട്ട് വിൻ ചെയ്തതിൻ്റെ തുടർന്ന് ഇവൻ ഏകദേശം ഒരു 2 കോടി രൂപ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഇന്ത്യൻ മണി തുല്യമായിട്ടുള്ള രൂപയും ഇവൻ എന്ത് കിട്ടിയിട്ടുണ്ട്, അവിടെ സെറ്റിൽമെൻറ്റ് എമൗണ്ട് കിട്ടിയിട്ടുണ്ട് അൻവിന്. അങ്ങനെയാണ് എനിക്കിവർ തന്ന എൻ്റെതായ റിസർച്ചിൽ കിട്ടിയ ഇൻഫർമേഷന്. സോ ഓൾറെഡി കുട്ടികൾക്ക് കൊടുത്ത കെയർ ഹോം വിസയിൽ അതിൽ നിന്ന് വരുന്നൊരു ഫണ്ടിൻ്റെ ഇൻഫ്ലോ പ്ലസ് ഈ കെയർ ഹോം സെറ്റിൽമെൻറ്റിൽ നിന്ന് കിട്ടിയ കുറച്ച്
കോടിക്കണക്കിന് രൂപയുടെ പൈസ, ഇതെല്ലാം കൂടി നോക്കുമ്പോൾ പ്രത്യേകിച്ചൊരു ബിസിനസ് ചെയ്ത് സക്സസ്ഫുൾ ആക്കി ഇരുന്ന് ഇങ്ങനെ കാലും നീട്ടിയിരുന്ന് ഞാൻ ബിൽഡ് ചെയ്ത എൻ്റെ എംപയർ എന്നൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. ആളിങ്ങനെ ചെയ്തു, പണിയെടുത്തു. ഈ പറഞ്ഞ പണി നേരത്തെ ഇൻ്റർവ്യൂ പറഞ്ഞ പോലെ A to Bയിലേക്ക് ഒരു സാധനം പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ സി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഈ ബീൻ്റെ അപ്പുറത്ത് ഇറക്കേണ്ട സി നടുവിൽ വന്നിരുന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി ബിക്ക് കൊടുത്തിട്ട് കമ്മീഷൻ മേടിക്കും. അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് ബിക്ക് കൊടുക്കുമ്പോൾ ബീൻ്റെ നിന്ന് കമ്മീഷൻ വാങ്ങും, എൻ്റെ കയ്യിൽ നിന്ന് കമ്മീഷൻ വാങ്ങും. സോ ആ മിഡിൽ മാൻ പരിപാടി ഇവൻ അറിയാമെന്നുള്ളത് ഇവൻ ഇൻ്റർവ്യൂ പറഞ്ഞു. ഇപ്പം അതിനൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടിയില്ലേ? കുട്ടികൾക്ക് വിസ കൊടുക്കുന്നു, കെയർ ഹോം ഏജൻസി, കുട്ടികൾക്ക് വിസ, അതിൽ നിന്നുള്ള ഫണ്ടിൻ്റെ ഇൻഫ്ലോ, പിന്നെ അവിടുത്തെ ഈ പറഞ്ഞ മാതിരിയുള്ള ചെറിയൊരു ഏജൻസിയും ഈ പറഞ്ഞ കെയർ ഹോമും തമ്മിലുള്ള ലീഗൽ ഇഷ്യൂസിൻ്റെ ഒരു സെറ്റിൽമെൻറ്റിൽ അതൊന്നും കുറച്ച് എമൗണ്ട്. പിന്നെ 21 കാർ 22 കാറൊന്നുമില്ല, BMW ഉണ്ട്, നിസാൻ പെട്രോൾ ഉണ്ട്, പിന്നെ ഒരു വിൻറ്റേജ് ഒരു ഐറ്റം ഉണ്ടായിരുന്നു വോക്സ് വാഗൻ്റെ, പിന്നെ ഒരു മിനി കൂപ്പർ ഉള്ളത് ഇവൻ തന്നെ ഒരു മിസ്റ്റർ ബീസ്റ്റ് കോണ്ടൻറ്റ് പോലത്തെ ഒരു സാധനം ചെയ്തിട്ട് നാട്ടുകാർക്ക് അത് ഗീവ് അവേ കൊടുത്തു. ഓക്കെ, പിന്നെ ഇപ്പോൾ ഉള്ളതൊരു ഓട്ടോ സ്പാ കാർ വാഷിംഗ് ആ സാധനമാണ്. അത് കേരളത്തിലേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഓൾറെഡി ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈഗിളിൻ്റെ പോഡിൽ വന്നിരുന്നിട്ട് ഇവൻ പറയുന്നുണ്ടായിരുന്നു. ഫൈൻ, ഇനി നമുക്ക് ഈഗിളിൻ്റെ പോഡിലേക്ക് പോവാം. ഓക്കെ, അതിനിടയിൽ എല്ലാവരും കൂടി ഈഗിളിനെ പിടിച്ച് ഇതിൽ വലിച്ചിട്ട് എയർ പിടിക്കാനുള്ള ഒരു പരിപാടി നോക്കുന്നുണ്ട്. ബേസിക്കലി ഈഗിളിൻ്റെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈഗിളിന് ഒരാളെ ഇൻവെസ്റ്ററായിട്ട് വേണ്ടിയിരുന്നു. നോക്കുന്ന സമയത്ത് ഈഗിളും എനിക്ക് തോന്നുന്നത് പോഡിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവൻ്റെ ഈ ഹെവി ലൈഫ് സ്റ്റൈൽ കണ്ടിട്ട് അതിനകത്ത് വാവ് അടിച്ചൊരു സംഗതി. പ്ലസ് ഇവനോട് പോയിട്ട് ഒരു കാര്യം സംസാരിക്കുമ്പോൾ UK ബേസ്ഡ് ആണ്, ഓൺട്രപ്രണറാണ്, ബിസിനസ്സുകളുള്ള ഒരാളാണ്. സംസാരിച്ച സമയത്ത് പൈസ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇതിൽ കൂടുതൽ ഞാൻ പറഞ്ഞല്ലോ, ഇവൻ്റെ കയ്യിൽ നിന്നൊരു പാർട്ട്ണർഷിപ്പ് എടുക്കാതിരിക്കാനോ ഇവനൊരു സ്കാമർ ആണെന്നോ അല്ലെങ്കിൽ ഇവൻ എന്തെങ്കിലും ലോകം ഉടായിപ്പാണോ എന്നുള്ളൊരു ഇൻഫർമേഷൻ ഈ വീഡിയോ ചെയ്യുന്ന ആർക്കും അങ്ങനെ ഇപ്പം ഇതുവരെ എന്തുണ്ടാവില്ല, അത്ര വലിയൊരു ഉറപ്പൊന്നും ഉണ്ടാവില്ല. ഞാനത് ആദ്യമേ പറയാം. പക്ഷേ ഭാവിയിൽ ഇവർ പ്ലാൻ ചെയ്യുന്നത് ഒരു സ്കാമിനാണോ എന്നുള്ള ഡൗട്ട് മാത്രം മുന്നോട്ട് വയ്ക്കാം. ഓക്കെ, അതിപ്പോൾ കോയിൻ ആണെങ്കിലും ട്രേഡിംഗ് ആണെങ്കിലും അങ്ങനെ ഒരു സാധനം വെക്കാന്നല്ലാതെ, അല്ലെങ്കിൽ പിന്നെ UK എന്തെങ്കിലും കേസോ കാര്യങ്ങളോ വേണം. 3-4 കേസുകളെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ ഒരു എഫക്റ്റ് എന്താണെന്ന് നമുക്കറിയില്ല. ഇപ്പോൾ ഇവൻ UK ഞാൻ ഈ അടുത്തൊന്നും പോയി കണ്ടില്ല, ദുബായ് കേരള എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബെൽറ്റിൽ ചുറ്റി കളിക്കുകയാണ്. ഐ ഡോണ്ട് നോ വൈ അങ്ങനെ ഒരു സംഗതി എന്നുള്ളത്. മേ ബി എന്തെങ്കിലുമൊക്കെ ലീഗൽ കോംപ്ലിക്കേഷൻസ് അവിടെ എന്തെങ്കിലും കാണുമായിരിക്കും. അത് എന്തിൻ്റെ ബേസിലാണ്, ഈ കാർ സ്പാ ബേസിലാണോ എന്നുള്ളതൊക്കെ നമുക്ക് എന്താണെങ്കിലും അറിയണം. അതൊക്കെ വരും ദിവസങ്ങളിൽ ഡ്രേക്ക് തന്നെ പുറത്തിട്ടോളും എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഈഗിളിൻ്റെ പോഡിൽ വന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നോക്കാം. നോർമൽ ഒരു ഇന്റർവ്യൂല് കൊണ്ടിരുത്തിയിട്ടാണെങ്കിൽ ഇത് പറയാൻ പറഞ്ഞത് ഞാൻ പറയാം, ഞാൻ അൻവിൻ, ഞാൻ UK ബിസിനസ് നടത്തുന്ന ആളാണ്. ഇത് ഇങ്ങനൊന്നും പറയാൻ എനിക്ക് ഞാനിവിടെ റോ മാത്രമേ പറയുന്നുള്ളൂ. ഞാൻ അൻവിൻ, ഞാൻ ഇവിടെ വന്നതേ ഞങ്ങൾ തമ്മിൽ ഒരു ബിസിനസ് പ്ലാൻ സംസാരിക്കാനാണ്. അതിനിടയിൽ എന്നെ ഇവിടെ പിടിച്ചിരുത്തി. നമ്മള് കുറെ യൂത്ത് ആയിട്ടുള്ള ആൾക്കാർ കുറെ ആഗ്രഹിക്കുന്ന ലൈഫ് സ്റ്റൈല്, മറ്റേ കാർസ്, ഭയങ്കര അനിൽ ബ്രോയുടെ ഇതിനു മുമ്പ് ഒരു വീഡിയോക്കകത്ത് തന്നെ നമ്മൾ ഇതുപോലെ കണ്ടിട്ടുണ്ട്. മറ്റേ റിട്ടയർഡ് ലൈഫ് ആണെന്നൊക്കെ പറഞ്ഞ അത് ഭയങ്കര മറ്റേ റീലൊക്കെ ആയിട്ട് വെട്ടിട്ടേക്കുന്ന സാധനമാണ് കേട്ടാ. ഇത് നമ്മൾ ചില കാര്യങ്ങളെ പറയാവുള്ളൂ എനിക്ക് അന്ന് മനസ്സിലായി. ഈ ഡയലോഗ് അടിച്ചിട്ട് ഒഫീഷ്യലി റിട്ടയർഡ് എന്നും പറഞ്ഞിട്ട് ഞാൻ UK തിരിച്ചു പോയിട്ട് ഞാനും എന്റെ മാനേജറും ഞങ്ങൾ 17 ദിവസം ഇരുന്നിട്ടില്ല. പ്രശ്നത്തോട് പ്രശ്നം, അവിടെ ആ പ്രശ്നം, ഈ പ്രശ്നം, ഇത് ഇങ്ങനെയാണ് അങ്ങനെയാണ്. അയ്യോ എന്റെ പൊന്നെ, ഞാൻ റിട്ടയർഡ് ആയില്ല, കഴിഞ്ഞു. അയ്യോ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീസെന്റ് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ആ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് അതിന്റെ ആൾക്കാരെന്ന് പറയുന്നത്, അത് ഈ ഞാൻ സർവീസ് സെക്ടറിലാണ് ബിസിനസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ലോജിക് എന്ന് പറഞ്ഞാൽ ഫൈൻഡ് നീഡ്, ഫിൽ ദ നീഡ്. ഒരാവശ്യം നമ്മൾ കണ്ടുപിടിക്കുക, അത് ഫില്ല് ചെയ്യുക. ആ സർവീസ് സെക്ടറിലായിരിക്കും നമ്മുടെ എപ്പോഴും ബിസിനസ് വരുന്നത്. അതായത് ക്യാഷ് ഫ്ലോ ഒക്കെ, അപ്പം ഒരു സർവീസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 45 ദിവസം അല്ലെങ്കിൽ ഒരു 60 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ക്യാഷ് ഫ്ലോ നമ്മുടെ അക്കൗണ്ടിലോട്ട് വരുള്ളൂ. അപ്പൊ അതുവരെ നമ്മൾ റോൾ ചെയ്ത് വർക്ക്ഔട്ട് ചെയ്ത് അങ്ങനത്തെ ഒരു ബിസിനസ്സാണ്. ഈ ഒരു ബിസിനസ് മാത്രമാണ് ഞാനൊരു 10-40 പേര് നമ്മൾ മൊത്തത്തിലുണ്ട്. അതായത് 21 കമ്പനീസ്, അതിൽ 41-42 ഓൺട്രപ്രണേഴ്സ് ഉണ്ട് നമ്മുടെ കൂടെയുള്ള. ഈ കമ്പനി മാത്രം അവര് വളർത്തിയാൽ മാത്രമേ വളരുള്ളൂ. ഒരു ഐഡിയ കിട്ടിയോ? അതായത് ഒരു നമ്മൾ ബേസിക് അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്ത് കൊടുക്കും, ബാക്കി അവരുടെ എഫേർട്ട് വേണം. ബാക്കി ബേസിക് അറേഞ്ച്മെന്റ്സും എല്ലാം അവരുടെ എഫേർട്ട് വേണം. തുടക്കം തൊട്ട് അവസാനം വരെ ഒന്നേ നിൽക്കണം. കാരണം ഇതൊരു ബേസ് കമ്പനിയാണ്. ഇത് എവിടെയും എത്തിയിട്ടില്ല, എത്താൻ ഇനി ഒരുപാട്. ഇപ്പൊ ഈ കമ്പനിയുടെ സക്സസ്ഫുൾ സൈഡ് എന്ന് പറഞ്ഞാൽ 3 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും. അപ്പൊ ആ 3 കൊല്ലം നമുക്ക് ഫുൾ സ്ട്രഗ്ലിംഗ് ആയിരിക്കും. ആ ഒരു സെറ്റപ്പിൽ ഈ ഒരു കമ്പനി മാത്രമാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. പക്ഷെ അത്
സക്സസ്ഫുൾ ആണോ ചോദിച്ചാൽ ആണ്, പക്ഷെ അല്ലെന്ന് ചോദിച്ചാൽ ഫെയിലർ ആണോ ചോദിച്ചു കഴിഞ്ഞാൽ ഫെയിലറിന്റെ വേർജിലാണ്. ഫെയിലർ ആവില്ല, അത് ഗ്യാരണ്ടീഡ് ആണ്. നമ്മുടെ കമ്പനി എന്തായാലും ഫ്ലോപ്പ് ആവില്ല. ചെയ്ത ഏതെങ്കിലും ഞാൻ ഒരു റീലാണ് ചെയ്ത ഒരു ബിസിനസ് ഫെയിൽ ആയിട്ടില്ല, ഇതുവരെ ഫെയിൽ ആയിട്ടില്ല, ഓക്കെ. ഇതും ഫെയിൽ ആവില്ല. അപ്പം ഇത് ഫെയിൽ ആവാതിരിക്കാനുള്ള ഏറ്റവും വലിയ റീസൺ ആണ് ഞാൻ എന്റേതായിട്ടുള്ള ബ്രാൻഡായിട്ടൊരു കമ്പനിയായിട്ട് ഞാൻ കൊച്ചിയിൽ കൊണ്ടിട്ട്, ഇതിന്റെ പേര് ഓട്ടോസ്പാ എന്നാ. അതൊരു കാർ ഡീറ്റെയിലിംഗ് സെറ്റപ്പ് കേരളത്തിലുണ്ടോ? കേരളത്തിലുണ്ട്, കൊച്ചിയിലുണ്ട്. പിന്നെ കൊച്ചി അവിടെയും നമ്മൾ വിചാരിച്ച പോലെ അല്ല എക്സ്പെൻസീവ്. കൊച്ചി ഇസ് വെരി എക്സ്പെൻസീവ്. അത് നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും കാര്യങ്ങൾ നമുക്കറിയാം കൊച്ചി ഭയങ്കര എക്സ്പെൻസീവ്. ഓക്കെ, അപ്പോൾ അൻവിൻ ഇതിൽ തന്നെ തുറന്ന് പറയുന്നുണ്ട് എല്ലാം ഒരു റോളിംഗ് ആണ്. ഓക്കെ, ഓട്ടോസ്പാ ബിസിനസ് എന്ന് പറഞ്ഞുള്ള ആ പരിപാടി മാത്രമാണ് ഇതിനകത്തൊരു ഇപ്പോൾ ഒരു കുട്ടി, അതായത് അൻവിൻ്റെ കുട്ടി എന്ന് പറഞ്ഞുള്ള ഒരു ഐറ്റം. ഓക്കെ, കെയർ ഹോമും പരിപാടികളൊക്കെ വേറെ സ്കീമാണ്, അത് വിട്. ഈ സംഗതിയുടെ മുകളിലാണ് അൻവിൻ ഇനി പിടിച്ചു നിൽക്കാൻ നോക്കുന്നതും, ഇനി കേരളത്തിൽ കാല് വെച്ചിരിക്കാൻ നോക്കുന്നതും. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതൊരു ബ്രാൻഡിങ് മാത്രമാണ്. അൻവിൻ കൊടുക്കുന്ന ഒരു തരം ബ്രാൻഡിങ് ആണ് ഈ ഓട്ടോസ്പാ പരിപാടി. ഓക്കെ, ആ ബ്രാൻഡ് പലർക്കും വാങ്ങാം. അവർക്കിപ്പോൾ നമ്മൾ ഡീലർഷിപ്പ് കൊടുക്കുമല്ലോടി, അതുപോലെ തന്നെ അങ്ങനത്തെ ഒരു പരിപാടിയാണ്. അപ്പോൾ ഇതാണ് ബേസിക്കലി ഇവൻ്റെ ബിസിനസ് എന്ന് പറഞ്ഞിട്ട് കറങ്ങി കളിക്കുന്നത്. അൻവിൻ്റെ റിട്ടയർ ആയി എന്നൊക്കെ പറഞ്ഞ് വള്ളി പിടിച്ചു എന്നുള്ള അൻവിൻ തന്നെ ഇതിൽ സമ്മതിക്കുന്നുണ്ട്. പിന്നെ ഈഗിൾ പറയുന്നൊരു സംഗതിയുണ്ട്, റീലിൽ കാണുന്ന ഇയാളുടെ ലൈഫ്, അതിൻ്റെ തിളക്കം, പിന്നെതെല്ലാം പൊന്നല്ല എന്നുള്ളത് വീണ്ടും 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 ഞാൻ പറയുകയാണ്, എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള സ്ട്രഗിൾ ഉണ്ട്. എല്ലാത്തിൻ്റെ പിന്നിലും അതിൻ്റേതായിട്ടുള്ള വേറൊരു ഡാർക്ക് ഷെയ്ഡ് കാണും. നിങ്ങളെല്ലാം റീലിൽ കാണുന്നതൊക്കെ ഒരു റിയാലിറ്റിയാണെന്ന് വിചാരിച്ച് പോകരുത്. ഓക്കെ, ലൈഫ് സ്റ്റൈലൊക്കെ കാണിച്ച് അതിൽ നിന്ന് കുറേ പൈസ ഇടാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ നടക്കുന്ന ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, കോണ്ടൻറ് ക്രിയേറ്റേഴ്സ് ഉണ്ട്, സിനിമാക്കാരുണ്ട്, പൊളിറ്റീഷ്യൻസ് ഉണ്ട്. അത് ബേസിക്കലി അതാണ്, അവർക്ക് അത് കാണിക്കണം, ആ ഷോ കാണിക്കണം. മനസ്സിലായി? ആ ഷോ കാണിച്ചാൽ അവരുടെ എക്സിസ്റ്റൻസ് ഉള്ളൂ. അവർക്ക് നാളെ ഒരു ഫണ്ടർ കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഷോ വേണം. മനസ്സിലായോ? അപ്പം അങ്ങനത്തെ ഒരു ഷോ ആണ് മാത്രമാണ് എന്നുള്ളതിലേക്ക് കാര്യങ്ങൾ ചുരുക്കം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ഈ ലൈഫ് സ്റ്റൈൽ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട്, അല്ലെങ്കിൽ ലൈക്ക് ഇതുപോലെ ലേക്ക് എത്തണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആവണം എന്നുള്ള തോട്ട്സ് ഉള്ള കുറെ ഈ ഓഡിയൻസ് തന്നെ, ഞാൻ അൻവിൻ ബ്രോയുടെ കമന്റ് സെക്ഷൻസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ലൈഫ് തന്നെ ഇതൊക്കെയാണ് ലൈഫ്, ഇതൊക്കെയാണ് ജീവിതം. അപ്പൊ ഇവർക്കാർക്കും ഇവരെല്ലാം വിചാരിക്കണ മറ്റേ സക്സസ്ഫുൾ ആയിട്ടിരുന്ന് കൊണയടിക്കണതാണെന്നാണ്. ഞാനാണെങ്കിലും പറഞ്ഞില്ലേ, എന്റെ ഇന്റർവ്യൂസിലൊക്കെ കമന്റ് സെക്ഷനിലൊക്കെ വരുമ്പോൾ സക്സസ്ഫുൾ ആയിട്ടിരിക്കുന്നവൻ എന്ത് ഗുണം വേണേലും പറയാം എന്നുള്ളത്. അപ്പൊ അൻവിൻ ബ്രോയ്ക്ക് അറിയാം അൻവിൻ ബ്രോയുടെ ജേണി എങ്ങനെയായിരുന്നു ഇവിടെ വരെ എത്താന്, അല്ലെങ്കിൽ എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ അൻവിൻ ബ്രോയ്ക്ക് മാത്രമേ അറിയുള്ളൂ, അല്ലെങ്കിൽ വളരെ ക്ലോസ് ആയിട്ടുണ്ടായിരുന്ന കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഇതൊക്കെ അറിയുള്ളൂ. സോ ആ ഒരു ജേണി എങ്ങനെയായിരുന്നു അൻവിൻ ബ്രോയ്ക്ക് ഇപ്പൊ ഇവിടെ വരെ എത്താനും, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇപ്പൊ എനിക്ക് ഒബ്വിയസ്ലി മനസ്സിലാവും അൻവിൻ ബ്രോയുടെ കോണ്ടന്റ് ഒരിക്കലും മണി മേക്കിങ്ങിന് വേണ്ടിയിട്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എനിക്ക് നിങ്ങളുടെ മണി മേക്കിംഗ് പ്രോസസ്സും അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലും എല്ലാമാണ് കാണിക്കുന്നത്. അപ്പൊ അൻവിൻ ബ്രോയുടെ ആ ഒരു ജേണി അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഈ സക്സസ്ഫുൾ ആയിട്ട് കാണുന്നതിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു ലെവലിലേക്കൊക്കെ വരെ എത്ര വർഷമൊക്കെ എടുത്തു? ഇത് ഞാനൊരു ഒരു ആധികാരികമായി പറയട്ടെ. ഈ സക്സസ് ഒന്നും ശരിക്കും വാക്കില്ല. ഇല്ല. അതായത് നമ്മളൊരു പോയിന്റ് റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ പോയിന്റ് നിലനിർത്താൻ പറ്റണം. അതാണ് ശരിക്കും ഒരു സക്സസ്ഫുൾ റൂട്ട് എന്ന് പറയുന്നത്. അല്ലാണ്ട് ഇപ്പൊ സക്സസ്ഫുൾ എന്താ ഉദ്ദേശിച്ചാൽ നമുക്കൊരു 300 മില്യൺ ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ ഓക്കെ, പിന്നെ സെറ്റിൽ ആവാന്ന ഒരു ഉദ്ദേശം അതല്ല ശരിക്കും സക്സസ്ഫുൾ വരുന്നത്. നമുക്ക് എന്ത് നമ്മൾ ഉണ്ടാക്കിയോ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. അത് മെയിൻറ്റെയിൻ ചെയ്തൊരു പാത്ത് ക്രിയേറ്റ് ചെയ്തിട്ടാൽ അത് സക്സസ് ആണ്. ഓക്കെ, അത് പിന്നെ നിലനിർത്തണമെങ്കിൽ നമ്മുടെ എഫേർട്ട് വേണം. നമ്മൾ ഒരു പോയിന്റിൽ ഇപ്പൊ അൻവിൻ ബ്രോ എത്തിയിട്ടില്ലെന്നാണ് അൻവിൻ ബ്രോ പറയുന്നത്? ഉറപ്പായിട്ടും എത്തിയിട്ടില്ല. ഇത് പറഞ്ഞ ഓട്ടോസ്പാ എന്ന് പറഞ്ഞ ഡീറ്റെയിലിംഗ് കമ്പനിയാണ്. ഇവർ നമ്മൾ ആൾക്കാരുടെ വീടുകളിലോട്ട് പോയിട്ട് ഡീറ്റെയിൽ ചെയ്യും. അപ്പൊ ബ്രോയ്ക്ക് നല്ലൊരു വണ്ടിയുണ്ട്, ഒബ്വിയസ്ലി ആ വണ്ടി നമ്മൾ ഇവിടെ വന്ന് ഡീറ്റെയിൽ ചെയ്യുക, വാഷ് ചെയ്യുമല്ല, പ്രോപ്പർ ആയിട്ട് വൃത്തിക്ക് ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെന്റ്. അതുകൊണ്ടാണ് നമ്മൾ ഓട്ടോസ്പാ എന്ന് പറയുന്നത്. ഓട്ടോയ്ക്ക്, അതായത് ഓട്ടോയുടെ സ്പാ ഇട്ടേക്കുക, ആ ഒരു സെറ്റപ്പ്. അപ്പം അവർക്ക് ആ ഫണ്ട് കൊടുക്കണമെങ്കിൽ എനിക്ക് വേറെ ഒരാള് അപ്രോച്ച് ചെയ്യണം, ബ്രോ എനിക്ക് ഫ്രാഞ്ചൈസ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ വണ്ടി എടുത്ത് ഇതേപോലെ ഇതേ ബിൽഡ് ഇവിടെയും ബിൽഡ് ചെയ്യാൻ പോകുന്നത്, ഇതെടുത്ത് ഇങ്ങോട്ട് കൊടുത്ത് ഇവിടുന്ന് ഫണ്ട് എടുത്ത് ഇങ്ങോട്ട് കൊടുക്കാം. കൈൻഡ് ഓഫ് റോളിംഗ് ആ ഇത് മൊത്തം വരുന്നത്. അപ്പൊ വേറെ ആൾക്കാർ വരാതെ നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റില്ല. അത് മനസ്സിലാക്കാൻ എല്ലാവർക്കും പറ്റത്തില്ല. എല്ലാവർക്കും അപ്പപ്പോ വേണ്ടി വരുമായിരിക്കും. അപ്പം അതൊക്കെ ഓരോരുത്തരുടെ സാഹചര്യം. ആസ് എ കമ്പനി ഞാൻ സംസാരിക്കുകയാണെങ്കിൽ ഓക്കെ, എന്റെ പ്രോട്ടോകോൾസ് ഇങ്ങനെയാ, എന്റെ രീതികൾ ഇങ്ങനെയാ, ഇപ്പോഴേ ചെയ്യാൻ പറ്റുന്നത് എനിക്ക് വേണേ പറയാം. അവർ കേസിന് പോയിട്ടും കാര്യമൊന്നുമില്ല. കാര്യമുണ്ട്, ഒബ്വിയസ്ലി ഒരു 5 കൊല്ലം കഴിഞ്ഞ കാര്യം ഉണ്ടാവും. ഇപ്പൊ കാര്യമില്ലല്ലോ. അപ്പൊ നമ്മൾ ചെയ്ത് കൊടുക്കാനുള്ളത് നമ്മൾ ചെയ്ത് കൊടുക്കും. എന്റെ കൂടെ ബിസിനസ് ചെയ്യുന്ന ആർക്ക് വേണം റിട്ടേൺ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ഓക്കെ. ഇതാ ഇപ്പൊ നടക്കുന്ന ബേസിക് കമ്പനിയുടെ സംഗതികളെ കുറിച്ചിട്ടാണ് ഇവിടെ അൻവിൻ പറഞ്ഞിട്ടുള്ളത്. ഇത് തന്നെയാണ് എന്താ പറയുക, ഫണ്ട് റോളിങ് അല്ലെങ്കിൽ ഒരു കമ്പനി തുടങ്ങി വെച്ച് അത് ഒരു ബേബി ഫേസിൽ നിന്ന് മാറ്റി കൊണ്ടുവരുമ്പോൾ വരുന്ന സംഗതികൾ
ഓക്കെ, ഇതിന് റിലേറ്റഡ് ആയിട്ട് ഇനിയിപ്പോൾ ആർക്കെങ്കിലും ഫണ്ട് പോയിട്ടുണ്ടോ, ഇട്ട ഫണ്ട് ഇനി വേർത്തല്ല തോന്നിയിട്ടുണ്ടോ, അതിൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിപാടികൾ നടക്കുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് അറിയാൻ പാടില്ല. വന്നാൽ വരും. പക്ഷേ അൻവിൻ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്, ഇറ്റ്സ് നോട്ട് ഈസി, ഇത്രയും ചെറിയ ഫേസിലിരിക്കുന്ന ഒരു ഐറ്റമാണ്. പിന്നെ ഇത് പൊട്ടിപ്പോവില്ല എന്നുള്ളൊരു ഉറപ്പ് കൊടുക്കാൻ അൻവിന് പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻവിൻ്റെ കാശല്ല ഇടുന്നത്. ഒരു ഫ്രാഞ്ചൈസി വന്ന് അൻവിനൊരു കോൺസെപ്റ്റ്, ഇതൊക്കെ എന്താ പറയുക, കോൺസെപ്റ്റ് കൊടുക്കും. കോൺസെപ്റ്റ് കൊടുത്തിട്ട് ആ കോൺസെപ്റ്റ് ബിൽഡ് ചെയ്യാൻ കുറേ പൈസ വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് പോകും. മനസ്സിലായി? അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഒരു പരിപാടി തുടങ്ങും, കോൺസെപ്റ്റ് ഒരാൾ കൊടുക്കും, ആ കോൺസെപ്റ്റ് കൊടുക്കുന്ന ആൾ ഇത് സ്റ്റിൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പരിപാടികളും കൊടുക്കും. അൻവിൻ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. അൻവിൻ്റെ ഒരു കുറേ കോൺസെപ്റ്റ് ഉണ്ട്. ആ കോൺസെപ്റ്റ് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ളൊരു ബ്രീഫിംഗ് ഉണ്ടാക്കിയിട്ട് കുറേ പേരെ പോയി കണ്ട് ഇത് പുട്ട് ചെയ്യും. അതിൽ നിന്ന് ആരെങ്കിലുമൊക്കെ ഇത് ടേക്കപ്പ് ചെയ്ത് എടുക്കുന്നവർക്ക് അത് ടേക്കപ്പ് ചെയ്ത് നല്ല കോൺസെപ്റ്റ് ആണെങ്കിൽ വർക്കൗട്ട് ചെയ്ത് അതൊരു കമ്പനിയായിട്ട് മാറുമ്പോൾ അതിലൊരു 10% കോൺസെപ്റ്റ് കൊടുത്ത ആൾക്ക് ഷെയർ, അവിടുത്തെ ഒരു എന്താ പറയുക മെയിൻ ആളായി, അതിൻ്റെ ഒരു ഓണർഷിപ്പിൽ ഒരു 10% ഷെയറും കിട്ടി ഡയറക്ടർ ബോർഡിലും കയറിയിരിക്കുക. ഇതിവിടെ ഒരുപാട് പേര് ചെയ്യുന്ന പരിപാടിയാണ്. മനസ്സിലായി? ഒരുപാട്, അതായത് കുറച്ച് ഐഡിയ ഉള്ളവന് ഭയങ്കര ഈസി ആയിട്ട് ഒരു കമ്പനി സ്വന്തമാക്കാൻ അല്ലെങ്കിൽ കമ്പനിയുടെ സ്വന്തം ഭാഗമാകാമെന്ന് പറയാൻ പറ്റുന്ന രീതി ഇതാണ്. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, അൻവിൻ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് അവൻ സ്വന്തമായിട്ട് ഈ രീതിയിലാണ് ബിൽഡ് ചെയ്യാൻ നോക്കിയത്. മനസ്സിലായോ? അവൻ്റെ ബ്രാൻഡ് അവൻ ടീഷർട്ട്സിൽ കൊണ്ടുവരുന്നു. മനസ്സിലായില്ലേ? അത് അതിൻ്റെ കുറച്ച് വീഡിയോസ് ഞാൻ വയ്ക്കാം. മൈജി ഷാജിയായിട്ടൊരു കൊളാബറേഷൻ വരുന്നു, അതിൽ ടീഷർട്ട്സിൽ ഇവൻ്റെ ബ്രാൻഡിങ് കൊണ്ടുവരുന്നു, അതിൽ തന്നെ ഇവൻ്റെ മറ്റേ ട്രേഡിങ് കമ്പനിയുടെ ബ്രാൻഡിങ് കൊണ്ടുവരുന്നു. നെക്സ്റ്റ് ദർ വിൽ ബി എ കോയിൻ. ഇതൊക്കെയാണ്, ഇത്രയേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ഒരുപാട് പേരെ എടുത്തു വെച്ചത് കൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പൊ എന്റെ ഒരു ബാക്കപ്പ് വെച്ചിട്ട് എനിക്ക് ഓക്കെ ആയിരുന്നത്, പക്ഷെ ഇത്രയും പേരുടെ ബാക്കപ്പിൽ പകുതി കൊണ്ടേ കിട്ടുമ്പോൾ അത് ഓക്കെ അല്ലാണ്ടായി മാറും. ഫിഗേഴ്സ് മാറിയില്ലേ, 100,000 200,000 ഫിഗേഴ്സ് മാറും. അപ്പൊ നമ്മൾ മറിക്കുന്നതിനും നമ്മൾ കട കൊടുക്കുന്നതല്ല, അപ്പുറത്തെ കമ്പനി എടുത്ത് ഇപ്പുറത്ത് ഇടുമ്പോഴും എല്ലാം ഓരോ പ്രോബ്ലംസാണ്. ഡെപ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. അപ്പുറത്തെ കമ്പനി എടുത്ത് എനിക്ക് കുറച്ച് കമ്പനീസ് അധികം ഉണ്ട്, ആ കമ്പനീസ് എടുത്ത് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഡെപ്റ്റായി. ഇവിടെ ഫണ്ട് ക്ലിയർ ആയപ്പോൾ ഈ സൈഡിലും ഡെപ്റ്റായി, അപ്പൊ ഡബിൾ ഡെപ്റ്റായി. അപ്പം ഇതെല്ലാം കൂടെ കൂട്ടി കഴിഞ്ഞത് ഒരു അവിയൽ പോലെയാ. അപ്പൊ ബേസിക്കലി നമ്മള് വെളിയിൽ നിന്ന് കാണുന്ന ഈ ഒരു സന്തോഷമല്ല, അതിൽ ഒരുപാട് പ്രഷറും കാര്യങ്ങളും ഉണ്ടല്ലേ. ഇപ്പൊ ഈ ക്യാമറ കട്ട് ചെയ്ത് പുറത്തെ മാനേജറെ പോയി കാണിച്ചു കഴിഞ്ഞാണ്ടല്ലോ, ഇപ്പോഴും ആള് വിളിച്ചോണ്ടിരിക്കുക. സോ അപ്പൊ അൻവിൻ ബ്രോ, ഈ ഒരു എന്താ പറയാ ഓട്ടോസ്പൈ ഇത് മാത്രമല്ലെന്ന് എനിക്കറിയാം, കുറെ ബിസിനസ് ചെയ്യുന്നുണ്ടായിരിക്കും. എന്നാലും ഒരു ആവറേജ് എത്ര ബിസിനസ് ഇപ്പൊ ഈ തലയിൽ കൂടെ ഓടുന്നുണ്ടായിരിക്കും? ഈ കൊച്ചു തലയിൽ കൂടെ അത്യാവശ്യം ഓടുന്നുണ്ട്. എനിക്ക് എല്ലാം UK ബേസ്ഡ് തന്നെയാണോ? അതെ, കുറച്ചെണ്ണം കൊച്ചി ബേസ്ഡ് ഉണ്ട്, റിവീൽ ചെയ്യാത്തതുണ്ട്. നമ്മുടെ സാധനം വരുന്നുണ്ട്. അതെ, ഞങ്ങളുടെ ഒരു ക്ലോത്തിങ് ബ്രാൻഡ് വരുന്നുണ്ട് കൈസ് ഉടനെ. ഞങ്ങളതൊരു പറഞ്ഞില്ലേ, ഞാനാണെങ്കിൽ ഇത് ആദ്യം ഒറ്റയ്ക്ക് ചെയ്യണമെന്ന് വിചാരിച്ച്, സത്യം ലിറ്ററലി ഞാൻ പറഞ്ഞ ഒറ്റയ്ക്ക് ചെയ്യണം, എനിക്ക് പാർട്ട്ണർഷിപ്പ് ഒക്കെ പേടിയാ, ആൾക്കാരെ എങ്ങനെ ഇതാക്കണം എന്നുള്ളൊരു സാധനം പേടി ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളി ഈ പറയണത് പോലെ എല്ലാം പടപടയായിരുന്നു എന്നിട്ട് അതായത് ഞാനൊരു 80% എത്തിച്ചു വെച്ചിരിക്കുകയായിരുന്നു ആ സാധനം, വെബ്സൈറ്റ് ആയിക്കോട്ടെ എല്ലാം. അപ്പൊ ഇത് ലോഞ്ച് ചെയ്യാൻ നമുക്ക് ഇത്ര സാധനങ്ങൾ ചെയ്യാൻ ബാക്കിയുള്ളൂ. അതെ, അപ്പൊ അൻവിൻ ബ്രോ അടുത്ത് പറഞ്ഞപ്പം എന്റെ അടുത്ത് ഇംപ്രസ്ഡ്, ഡൺ, എത്ര വേണം ഇൻവെസ്റ്റ്മെന്റ്? എന്റെ അടുത്ത് ചോദിച്ചേ എത്ര രൂപ വേണം? ഞാൻ അന്നേരം പറഞ്ഞു നമ്മുടെ ഒരു ആവറേജ് കോസ്റ്റ് ഇത്ര. അപ്പൊ ഞാൻ ഇങ്ങനെ മടിച്ചു പിടിച്ചാ പറയണ കേട്ടാ. അല്ല, ഞാൻ പറയാം, അല്ല നമ്മള് ഞാനിങ്ങനെ പറയാ, ഞാൻ ബ്രോ ഇത്രയാവും, അത്രേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ നാളെ തന്നെ അഡ്വാൻസ് കൊടുത്തേ. ഇതായിരുന്നു, ഇങ്ങനെയാണ് ബ്രാൻഡ് ഫോം ചെയ്തത്. മനസ്സിലായി? ഞങ്ങൾ ഇങ്ങനെ ബ്രാൻഡ് ഫോം ചെയ്തത്. ബ്രോ കറന്റ്ലി ഇപ്പൊ എന്നാലും എത്ര വണ്ടി ഉണ്ടാവും? ഞാൻ ഒരു ഇന്റർവ്യൂ കണ്ടോണ്ട് വിരലിൽ എണ്ണാൻ പറ്റാത്തത്, എന്നാലും ഒരു എക്സാക്ട് കൗണ്ട്. വിരലിലെണ്ണാനൊക്കെ പറ്റി 21 വണ്ടി ഇപ്പൊ കറന്റ്ലി 21 ഓണ്ടാണോ അതോ? ഉണ്ട്. പിന്നെ സ്വന്തമായിട്ട് അറിയോ? ഇത് എന്താ അങ്ങനെ പേഴ്സണൽ യൂസിന് വേണ്ടി മാത്രം മേടിച്ചേക്കാം? പേഴ്സണൽ യൂസിന് എങ്ങനെ വേണ്ടി? പേഴ്സണൽ യൂസിന് ഞാൻ ഡെയിലി ഡ്രൈവർ ഒരു BMW ഉള്ളൂ, പിള്ളേർക്ക് ട്രാവൽ ഒരു പാട്രോള്, പിന്നെ ഒരു വോക്സ്വാഗൺ മിനി ബസ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈഗിളിനെ പിടിച്ച് ഏറെ കയറ്റാൻ പോകുന്നവരോടാണ് പറയാനുള്ളത്. ഈഗിള് ബേസിക്കലി നോക്കിയ സമയത്ത് ഓക്കെ അത്യാവശ്യം യങ് ആണ്, ബിസിനസ് ചെയ്തിട്ടുള്ള നല്ല അറിവുണ്ട് എന്നുള്ളത് സംസാരത്തിലൂടെ പറയുന്നുണ്ട്. UK ബേസ്ഡ് ഓൺട്രപ്രണർ ആണ്, കേരളത്തിലേക്ക് വരാൻ താല്പര്യമുള്ള ഒരാൾ കേരളത്തിൽ വന്നു, അത്യാവശ്യം കുറേ ഫെയിം ഫേസുകളോട് ഇങ്ങനെ റിലേറ്റ് ചെയ്ത് നിൽക്കുന്നു. എന്നാൽ പിന്നെ ഒരു കോൺസെപ്റ്റ് എൻ്റെ കയ്യിലുള്ളത് പറഞ്ഞു നോക്കാമെന്ന് പോയിട്ട് അങ്ങനെ പുട്ട് ചെയ്തതായിരിക്കണം. അല്ലാതെ ഇയാളുടെ ലൈക്ക് എന്താണ് ഇൻറ്റൻഷൻസ്ന്നോ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ളതോ അങ്ങനെയൊന്നും ആയിരിക്കില്ല. പിന്നെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്താലും ഞാൻ ഈ പറഞ്ഞല്ലോ, ഇതിനകത്ത് അൺടിൽ അൺലെസ് ഇയാളുടെ പാർട്ട്ണർ, അൻവിൻ്റെ പാർട്ട്ണർ എന്ന് പറഞ്ഞ് ഡിപ്പെൻഡൻറ്റ് വിസ, ആരുടെ ഡിപ്പെൻഡൻറ്റ് വിസയിലാണ് അൻവിൻ നിൽക്കുന്നത്, അവരെന്തെങ്കിലുമൊക്കെ പുറത്തോട്ട്
ഓടിപ്പിടിച്ച് വന്നാൽ മാത്രമേ ഞാൻ ഒരു സൈഡുള്ളൂ. അല്ലാതെ ഇവൻ്റെ ബാക്കി ഈ പറഞ്ഞ UK ബേസ്ഡ് ആയിട്ടുള്ള ഈ ലൈഫ് സ്റ്റൈൽ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്ന ഹെവി ലൈഫ് സ്റ്റൈൽ കാണിക്കുന്നത് ദാറ്റ്സ് എന്താ പറയുക ആളെ പറ്റിക്കുന്ന പരിപാടി. അതിപ്പോഴും ഈഗിളിനും മനസ്സിലായി കാണും. ഞാൻ ഇതിനിടയിൽ ഈഗിളിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു, പക്ഷെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിൽ പോകണം, അപ്പോൾ ഉറങ്ങിയായിരിക്കും ഈഗിൾ. ഇത് വീഡിയോ കഴിഞ്ഞിട്ടാണ് വിളിക്കാൻ. കുറച്ചും കൂടി ഡീറ്റെയിൽസ് ഈഗിളിനോട് ചോദിക്കാനുണ്ട്. അത് വേണമെങ്കിൽ ഞാൻ വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം. അതല്ലാതെ ഈഗിളിൻ്റെ ഈ കേസിൽ ഞാൻ പറഞ്ഞു, ഈഗിളിൻ്റെ ഒരു പാർട്ട്ണർ അത്രമാത്രമേ ഈഗിളും ചിന്തിച്ച് കാണും. ആ പാർട്ട്ണറുടെ ബേസ് ഇത്രയേ ഉള്ളൂ. അല്ലാതെ ഒരു വലിയ സ്കാമറാണെന്നോ അല്ലെങ്കിൽ സ്കാം നടത്തിയ ആളാണെന്നുള്ളതൊന്നും ഈഗിളിന്, അല്ലെങ്കിൽ ഈഗിളിന് കിട്ടേണ്ടതാണ്. ആ പോഡ്കാസ്റ്റ് കഴിഞ്ഞിട്ടെങ്കിലും ആൾക്കാർ പോയിട്ട് ഈഗിളിനോട് പറയേണ്ട കേസാണ്. ഇന്നേ വരെ അതില്ലാത്തത് കൊണ്ടായിരിക്കണം ഈഗിൾ ഇപ്പോഴും അത് ഈസി ആയിട്ട് മുന്നോട്ട് പോകുന്നത്. ആ ബിസിനസ്സിലുപരി വേറൊരു ഡീലുമായിട്ട് ഈഗിൾ നിൽക്കുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല ആരോടും, അൻവിനോടാണെങ്കിലും. അപ്പോൾ അതാണ് ഈഗിളിൻ്റെ കേസ്. പിന്നെ ഈഗിളിനെ ഒന്ന് കിട്ടാൻ നിൽക്കുന്ന കുറേ പേരുണ്ട്. ഇങ്ങനത്തെ എന്തെങ്കിലും സ്കീം കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് വലിച്ചു കീറണം എന്നുള്ള രീതിക്ക്. അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ഇതിട്ടിട്ട് ആഘോഷിക്കാം. അത്ര എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് അൻവിൻ റിലേറ്റഡ് ആയിട്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യം. UK ബേസ്ഡ് കെയർ ഹോം ബിസിനസ്സിൽ നിന്ന് കിട്ടിയ കുറച്ച് സെറ്റിൽമെൻറ്റ് പൈസയും പിന്നെ അവിടെ കെയർ ഹോം വിസ കുറച്ച് പേർക്ക് സ്റ്റുഡൻസിന് കൊടുത്തതിൽ നിന്ന് കിട്ടുന്ന മണി ഫ്ലോയും പിന്നെ കേരളത്തിലേക്ക് ഇയാൾ കേസ് കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് UK നിൽക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ UK വിട്ടിട്ട് കേരളത്തിലാണ് കുറച്ചും കൂടി ഈ മിഡിൽ മാൻ കളിക്കാൻ നല്ല വിളനിലം എന്നുള്ളത് തിരിച്ചറിഞ്ഞ മലയാളി ആയതുകൊണ്ട് ആൾ ഷൂഡാണ്, കണ്ണിങ്ങാണ്. തിരിച്ച് നാട്ടിലേക്ക് വരുന്ന അൻവിൻ ഇവിടുത്തെ ബിസിനസ്സുകൾ തുടങ്ങാൻ വേണ്ടി ഇവിടുത്തെ കുറച്ച് ആളുകളായിട്ട് കണക്റ്റ് ആവണമല്ലോ, ഓബ്വിയസ് ആണ്. അപ്പോൾ ആ കണക്റ്റ് ആവുന്ന ആളുകളാണ് ഈ പറഞ്ഞ ഏറ്റവും എന്താ പറയുക പ്രൈം മുഖങ്ങളായിട്ട് നിൽക്കുന്ന ഓരോ ഫീൽഡിൽ നിൽക്കുന്ന ആളുകളായിട്ട് കണക്റ്റ് ആവുന്നു. നെക്സ്റ്റ് ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ ട്രേഡിങ്ങിൻ്റെ സാധനമൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ ട്രേഡിങ്ങിൻ്റെ സംഗതി ഒരു സ്കാമിലേക്ക് പോവോ അല്ലെങ്കിൽ ഇനി ഒരു കോയിൻ കൊണ്ടുവന്ന് വേറെ സ്കാം തുടങ്ങുമോ എന്നുള്ളതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി മാത്രമേ എനിക്ക് ഈ അൻവിൻ്റെ കേസിലുള്ളൂ. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇതാണ് അൻവിനെ കുറിച്ച് എൻ്റെ ഒരു ചെറുതായ രീതിയിലുള്ള പരിപാടികൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത്. ഇനി യു ഗൈസ് ഹാവ് ടു വെയിറ്റ്. ഡ്രേക്കിൻ്റെ വീഡിയോ വരണം. ഡ്രേക്ക് 2, 3 പാർട്ട് ഇടാനുണ്ട്. അതിൽ കുറേ അധികം ഡീറ്റെയിൽസ് ഇപ്പോൾ ഞാൻ പറഞ്ഞതോ അല്ലെങ്കിൽ എനിക്ക് അറിയാത്തതോ ആയിട്ടുള്ള കുറേ ഡീറ്റെയിൽസ് അതിനകത്ത് കാണുന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്. ഐ ഹോപ്പ് സോ. അല്ലാതെ വെറുതെ ഡ്രേക്ക് ഇറങ്ങും തോന്നുന്നില്ല. പിന്നെ ഡ്രേക്കിൻ്റെ പാസ്റ്റ് പറഞ്ഞിട്ട് ഇറങ്ങുന്ന കുറേ ടീമുകളുണ്ട്. അത് ഡ്രേക്ക് തന്നെ ഏകദേശം കേസ് വിധിയാവുന്ന സമയത്ത് ഡ്രേക്ക് തന്നെ വന്ന് പറഞ്ഞോളും അതെന്തായിരുന്നു എങ്ങനെയായിരുന്നു എന്നുള്ളത്. അത് ചകഞ്ഞാരും പിടിച്ച് പോയ ആളുകൾ പോകണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പോകുന്നവർ പോകുമ്പോൾ ഞാനും ഡ്രേക്കിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ടൈം ആവട്ടെ, അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പറയാം. പക്ഷേ ഇപ്പോൾ ഡ്രേക്ക് പറഞ്ഞ കാര്യങ്ങൾ ദിസ് ഇസ് സീരിയസ് തിങ് ഗൈസ്. നിങ്ങളാരും, ഞാൻ വീണ്ടും പറയുന്നു, റീൽ ഇസ് നോട്ട് റിയാലിറ്റി. റീലൊന്നും റിയാലിറ്റി അല്ല. നിങ്ങൾ ഈ റീലിൽ കാണിക്കുന്ന അവരുടെ ഭയങ്കരമായ ലൈഫ് സ്റ്റൈൽ കണ്ടിട്ട് ആരും പോയി ഇതിനൊന്നും ചാടാൻ നിൽക്കണ്ട. അല്ലെങ്കിൽ ആ ലൈഫ് സ്റ്റൈൽ, ഒരാളുടെ ലൈഫ് സ്റ്റൈൽ വേറൊരാൾക്ക് അഡാപ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഒരാൾ പൈസ ഉണ്ടാക്കിയ പോലെ പൈസ ഉണ്ടാക്കാൻ ഭയങ്കര പാടാണ്. നമുക്ക് നമ്മളെപ്പോലെ പൈസ ഉണ്ടാക്കാൻ പറ്റും, നമുക്ക് നമ്മളെപ്പോലെ ജീവിക്കാൻ പറ്റും. അതിന് ബേസിക്കലി നമ്മൾ ലൈഫിൽ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ കൃത്യമായി ചെയ്യണം. ഓക്കെ, അത്ര മാത്രമേ ഉള്ളൂ.